എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക? ഓരോ ഗാംബ്ലിംഗ് ആണ്, നമ്മുടെ പൈസ പോവും. ചില മാസങ്ങൾ തള്ളി നീക്കാൻ 1.5 കോടി വരും. സത്യമാണ്. നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ അവർ പറയുന്ന ഒരു കോഡ് ഇങ്ങനെ എഴുതി നമ്മൾ ഒരു ഫോട്ടോ എടുക്കും. അത് പിന്നെ ആധാർ പലരും ചിട്ടിയിലൊക്കെ ചേരും. പക്ഷെ ചിട്ടി നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ഞാൻ പറയില്ല. ലോട്ടറി അടിക്കുന്നവരൊക്കെ കഴിഞ്ഞേ ഉള്ളൂ. ആ 3000 രൂപ വെച്ചിട്ടൊക്കെ എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനാണെന്ന് ആഷ്കൻ ബാക്കിൽ മറ്റേ ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പൊള്ളിയായിരിക്കും. എന്താ ലേസ്ലി ആൻഡ് ഉണ്ണീഷോയോ? ഞാനേ ഉള്ളായിരുന്നു. ഇവിടെ 1 lakh അടിക്കാൻ നമ്മളെ ഉള്ളു കേട്ടോ മോനെ. എനിക്ക് 1 lakh കഴിയുമ്പോ ധാരാളം അടിച്ചിരിക്കണം കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? യെസ്, നമുക്ക് നമ്മുടെ സെക്കൻഡ് പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം. നമ്മുടെ ലാസ്റ്റത്തെ പോഡ്കാസ്റ്റ് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നിറയെ ഫൈറ്റുകളും ഇടികളും ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ചീത്തവിളി കേട്ടിട്ടുണ്ട്. നിങ്ങൾ പെണ്ണുങ്ങളെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും മനസ്സിലായില്ലേ? ഇപ്പൊ എന്ത് കിട്ടാനോ? ഞാൻ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതിനകത്ത് കുറേ പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, നമ്മളതിൽ പറഞ്ഞില്ലായിരുന്നോ ഒരേപോലെ 2 പേരുടെ പേര് റിവീൽ ചെയ്യണമെന്ന്. അപ്പോൾ അതായത് ഈ പറഞ്ഞ പീഡനം അങ്ങനെ കേസ് വരുവാണെങ്കിൽ പുരുഷന്റെ പേര് വെളിപ്പെടുത്തുന്നെങ്കിൽ 2 പേരെ വെളിപ്പെടുത്തണം, അല്ലെ 2 പേരെ വെളിപ്പെടുത്തരുത്. തെളിഞ്ഞതിന് ശേഷം പോസിറ്റീവായിട്ട് ഒരുപാട് പേര് അത് യൂസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. നമ്മൾ മേ ബി മീഡിയ അറ്റൻഷൻ കിട്ടാത്തതുകൊണ്ട് അറിയാത്തായിരിക്കും. ഉപയോഗിക്കുന്നെങ്കിൽ നല്ല കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞതിലും ഭയങ്കര ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളാകുമ്പോൾ അവരുടെ പേര് വെളിപ്പെടുത്താതെ ഇരിക്കുമ്പോൾ അത് അവർക്കൊരു തക്കമാവില്ലേ? ഭയങ്കര മോശമായിട്ടുള്ള അവരെ അറ്റാക്ക് ചെയ്യുമെന്നുള്ളതാ ആയിരിക്കാം. തിരിച്ചാണെങ്കിലോ? ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയമല്ല ഗൈസ്, അത് നമുക്ക് വിട്ട് കളഞ്ഞേക്കാം. പിന്നെ അതിനകത്ത് കുറേ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതും കൂടി വന്നിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ നമ്മുടെ പോഡ്കാസ്റ്റിനകത്ത് ഒരേ ക്യാരക്ടറുള്ള കപ്പിൾസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കമന്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഡിഫറെന്റ്. അപ്പൊ ഞങ്ങൾക്ക് ഡിഫറെന്റ് ആയത് കൊണ്ടിട്ട് ഒരാൾ പറഞ്ഞു നിങ്ങൾ ഒരേപോലെയുള്ളവരെ കിട്ടുന്നതാണ് നല്ലത്. അപ്പൊ അവര് പറഞ്ഞു അവിടെ എനിക്ക് തെറ്റിപ്പോയെന്ന്. ഒരേപോലുള്ള ആൾക്കാരാണെങ്കിൽ മനസ്സിലായില്ലായിരുന്നല്ലേ? എനിക്ക് തെറ്റിപ്പോയെന്നാ പറഞ്ഞത്. അതായത് അവര് പറയുന്നത് ഒരേ ക്യാരക്ടർ ആണെങ്കിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരേ ക്യാരക്ടർ വിട്ടുകൊടുക്കാനൊക്കെ ആയിട്ട് അവർക്ക് 2 പേരും ഒരേപോലെ വാശി പിടിച്ചിരിക്കും. ഇപ്പൊ 2 പേര് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ആ 2 പേർക്കും ഡ്രൈവ് ചെയ്യണം. അത് പറഞ്ഞ എനിക്ക് ചിന്തിച്ചപ്പോ ശരിയല്ലേ. ഇപ്പൊ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന മറ്റാൾ ഡ്രൈവ് ചെയ്യണം എന്ന് പറയുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടൊരു എനിക്ക് ഓടിക്കണം എന്നുള്ളൊരു അവര് പറയണ ഓപ്പോസിറ്റ് ഒന്നല്ലേ ഇവിടെ പറയണത് പച്ച. അതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ കുറെ നല്ല നല്ല കമന്റുകളും കുറച്ച് ഇങ്ങനെ വഴക്കുകളും ഭയങ്കര രസമുള്ള ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. നല്ല ഇങ്ങനെ ഇരുന്ന് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പോഡ്കാസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മാരേജ് ടോപ്പിക് അങ്ങനെ ആയിട്ടൊന്നുമല്ല. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മണി മാറ്റേഴ്സ്. ഇന്ന് നമ്മൾ എങ്ങനെയാണ് നമുക്ക് പൈസ ഉണ്ടാക്കാന്നല്ല, പൈസ സേവ് ചെയ്യാം, പൈസ ഇൻവെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു 30 ഇയേഴ്സിന് മുൻപ് ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഇൻവെസ്റ്റ്മെന്റ്, ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങൾ സേവ് ചെയ്യുക, സേവിങ് മെന്റാലിറ്റി ഉണ്ടാക്കുക, സേവിങ്ങിനേൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് മെന്റാലിറ്റി ഉണ്ടാക്കാന്ന്. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിരുന്നു ഞാൻ ഹസ്ബൻഡുമായിട്ട് വന്നിരുന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാന്ന്. My financial guru is here, guys. Yes. അങ്ങനെയൊന്നുമല്ല, നമുക്കറിയാവുന്ന കുറച്ച് ബേസിക് ടിപ്പ് എന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ കോമൺ മാൻ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ. ഞാൻ ചോദിക്കാൻ പോണത് ഇങ്ങനെ ഒരു 7 years ആണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ അത്ര ബേസിക് ആയിട്ടാണ് ഞാൻ ചോദിക്കണേ. അങ്ങനെ വേണം എനിക്ക് പറഞ്ഞു തരാനായിട്ട്. ശ്രമിക്കാം അറിയാവുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഷെയർ ചെയ്യാൻ. പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ്, എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക? എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് വെച്ചാൽ അതിന് ഉത്തരവ് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞു വെച്ചാൽ ഉള്ള പൈസ എങ്ങനെ മാക്സിമം നമുക്ക് സൂക്ഷിച്ച് നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്ന വീഡിയോയുടെ അടിയിൽ ഉണ്ടായിരുന്ന കമന്റ് ആട്ടോ, 3000 രൂപയെ കയ്യിലുള്ളൂ, ആ 3000 രൂപ വെച്ചിട്ടൊക്കെ എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനാണ്. ആ ചിന്ത വളരെ തെറ്റാണ്. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്. ഇപ്പം 1000 രൂപ ഉള്ളവനും 2000 രൂപ ഉള്ളവനും 1 കോടി ഉള്ളവരും ഒക്കെ അങ്ങനെ ഒരു മെന്റാലിറ്റി അല്ലേ പൈസ വേസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ. കാരണം നമുക്കിപ്പോൾ 1 കോടി ചിലവാക്കാൻ 3000 രൂപ മതിയോ ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി? തീർച്ചയായിട്ടും ഒരു 3000 രൂപ കൊണ്ട് കോടി ഉണ്ടാക്കാന്നല്ല ഞാൻ പറയാം. ആ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ഉണ്ടാക്കുക. ആ 3000 ഉണ്ടാക്കുന്ന ജീവിതകാലം മുഴുവൻ അയാളുടെ 3000 രൂപ അല്ലല്ലോ. അയാൾക്ക് ചിലപ്പോൾ നല്ല ജോലി കിട്ടാം, ലോട്ടറി അടിക്കുന്നവരൊക്കെ തേഞ്ഞു പോകത്തേ ഉള്ളൂ. അതല്ല, പൊതുവെ ഞാൻ പറഞ്ഞു, പൊതുവെ ലോട്ടറി അടിക്കുന്നവരെ പൈസ എങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിയാത്തതുകൊണ്ടാണ് പൊതുവെ നമ്മളിവിടെ ലോട്ടറി അടിക്കുന്ന എല്ലാവരും
പരാജയപ്പെട്ടു പോകുന്നുള്ളതാണ് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു ഫീച്ചർ തന്നെ ഉണ്ടായിരുന്നു, ബമ്പർ അടിച്ച ഒരു വളരെ കുറച്ച് ആളുകൾ, വളരെ കുറച്ചല്ല, ഒരാളോ മറ്റോ കണ്ടുള്ളൂ, 8 പേര് കാണിച്ചു. ബാക്കി എല്ലാവരും അവരുള്ള സമാധാനം പോയി, അവരെ കയ്യിലുള്ളതും കൂടെ പോയി. എന്ന് വെച്ചാൽ അവരുടെ ഫാമിലി അങ്ങനെ ബന്ധങ്ങൾ വഷളാവും. അതങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പൈസ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ലാണ്, അത് എല്ലാവർക്കും ഉണ്ടാവണം. ചിലപ്പോൾ അതായിരിക്കും പണ്ട് അമ്മയൊക്കെ ഇങ്ങനെ പറയണേ, പൈസ എന്ന് പറഞ്ഞാൽ വില്ലനാണ്, ഒത്തിരി പൈസയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ. അത് തെറ്റാണ്. അത് നമ്മൾ മറ്റേ റിച്ച് ഡാഡ് പൂർ ഡാഡിലൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സോഷ്യൽ മീഡിയ അറിയാലോ. പൈസ അല്ല പൈസ ഇല്ലായ്മയാണ് പ്രശ്നം. അത് ശരിയാട്ടോ, പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പലവർക്കും സമാധാനക്കുറവും ലോൺ അടക്കണമെന്നുള്ള ടെൻഷൻ. പൈസ ഉണ്ടായെന്ന് കരുതി മാത്രം എല്ലാം വരണമെന്നില്ല, പക്ഷെ പൈസ വേണ്ടിടത്ത് പൈസ വേണം. പൈസ കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് കുറേ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരാൾ കള്ളനാവുന്നു, അയാളുടെ നിറയെ പൈസ കൊണ്ട് അയാൾ കാക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ ബേസിക് ചില ഡിസീസ് ഉണ്ട് മോഷ്ടിക്കാന്നുള്ള, അല്ലാതെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷവും കിട്ടുമെന്നാണ്. കാരണം നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ലോകത്ത് എന്താ നമ്മുടെ ആഗ്രഹങ്ങൾ അതൊക്കെ കിട്ടാതാകുമ്പോഴല്ലേ നമുക്കൊരു നിരാശ കാര്യങ്ങൾ വരുന്നത്. ഇവിടെ വേറെ ആൾ വാങ്ങുന്നു, നമ്മളിവിടെ പൊതുവെ അങ്ങനെ തന്നെയാണ് ഈ ലോണെല്ലാം എടുത്ത് കൂട്ടുന്നത്. ഒരാൾ ഒരു വലിയ വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് അതിനേക്കാളും വലിയ വീട് വയ്ക്കണം, അയാൾ ഒരു കാർ മേടിച്ച് അതിനേക്കാളും വലിയ കാർ നമ്മൾ മേടിക്കണം. അങ്ങനെയാണ് മീൻസ് അതൊരു ശരിയായ രീതിയല്ല, പക്ഷെ അങ്ങനെയാണ് നമ്മളിവിടെ കണ്ടുവരുന്നത്. അപ്പം പൈസ ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമില്ല, പൈസ ഇല്ലാതാകുമ്പോഴാണല്ലോ ആ പ്രശ്നം വരുന്നത്. ഈ ലോൺ എടുക്കുക, പൈസ കൊണ്ട് മാത്രം ഫുൾ സന്തോഷം കിട്ടത്തില്ല കേട്ടോ. അതില്ല, അതിന് നമുക്ക് സമാധാനവും മെന്റൽ പീസും ഒക്കെ ഉണ്ടാവണം. ഇതിന്റെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൈസ ഇല്ലാത്ത ആക്കാണ് പൈസ ഉണ്ടെങ്കിൽ എല്ലാം ശരിയാവും തോന്നും, പൈസ ഉള്ള ആക്കാണെങ്കിൽ പൈസ ഒന്നും അല്ല മാറ്റർ എന്ന് തോന്നും. അങ്ങനെ അത് നമുക്ക് വരുന്ന ബാലൻസിങ് ഈസ് ദ കീ. അതാ പറയാം. പക്ഷെ നമ്മളിവിടെ സംസാരിക്കുന്ന പൈസയെ പറ്റി നമ്മൾ സംസാരിക്കേണ്ട കാര്യമാണ്. ജീവിതത്തിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വേണം. കാരണം അന്നുള്ള അടിച്ചു പൊളിച്ച് തീർക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ല. നാളെ ഒരു സമയം ഉണ്ടെങ്കിൽ നമുക്ക്, ഇപ്പം നാളത്തെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും വേണ്ടേ. വേറെ ഇപ്പോൾ ഒരുപാട് പേര് നമുക്കറിയാലോ, ഒരുപാട് നല്ല രീതിയിലൊക്കെ ജീവിച്ചിട്ട് പിന്നെ ഒന്നും ഇല്ലാതെ വഴിയിലൊക്കെ കിടന്ന് മരിക്കേണ്ടിയൊക്കെ വരുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുള്ള, ഇന്ന് ജൂലൈ 5 ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ, അല്ല ജൂലൈ 4 5-ാം തീയതി വെളുപ്പിന് 4 മണിക്ക് സുനാമി വരുമെന്ന് ഫുൾ. ഇപ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് ഒരു 2 ദിവസം കൊണ്ടല്ല ഇങ്ങനെ ഭയങ്കര സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണവും ദോഷവും അതാണ്. അല്ല ഞാൻ കണ്ടില്ല, ഞാനിങ്ങനെ ദൈവമേ 4 മണി രാവിലേക്ക് എന്താവോന്ന് വരട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് ഇപ്പം മാത്രമൊന്നും അല്ല കേട്ടോ, പണ്ടേ തുടങ്ങിയിട്ടുള്ള. എന്റെ കുഞ്ഞിലേക്ക് ഭൂകമ്പം വരുമെന്നൊക്കെ, പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, അതുകൊണ്ട് അറിയുന്നവർ കുറവായിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് തമാശക്കളഞ്ഞ് എൻ്റെ കുഞ്ഞിലെ കേട്ടോ, പണ്ട് വെളിയിലൊക്കെ ഇറങ്ങിന്നുണ്ട് ഇന്ന് ഭൂകമ്പം വരും. അപ്പോൾ എന്നെ പഠിപ്പിച്ചൊരു സാറുണ്ട്, സാറെല്ലാം കൂടെ പോവാ. അപ്പൊ എന്തെങ്കിലും വെളിയിറങ്ങിയിരിക്കുന്നത്, വെളിയിറങ്ങിയത് വീട് പൊളിഞ്ഞൂടാ നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ സാറ് എന്തെല്ലാവരും ഇവിടെ വെളിയിറങ്ങി, സാറ് രാവിലെ നടക്കാൻ പോവാ. പറഞ്ഞു സാറേ ഇന്ന് പോകുമ്പോൾ വരുമെന്നൊക്കെ എവിടെ ഇങ്ങനെ, ഇതൊക്കെ ആരോ പറഞ്ഞെന്നൊക്കെ. അത് ഞാൻ മാത്രമല്ല, പ്രായമുള്ള എല്ലാവരും. കാരണം അവർ അത് ഈ ഫേക്ക് ന്യൂസുകൾ എങ്ങനെ വേണേലും വരാമല്ലോ. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ സ്പ്രെഡ് ചെയ്യുന്നു, പക്ഷെ കൂടുതൽ ആൾക്കാരിൽ എത്തുന്നു. ഞാനായാലൊന്നും വിശ്വസിക്കുന്നില്ല, അങ്ങനെയൊന്നും നമുക്ക് എല്ലാം ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. പക്ഷെ ഈ ജപ്പാനിലൊക്കെ അതിനുള്ള ടെക്നോളജീസ് ഉണ്ട്, ഭൂകമ്പമൊക്കെ നേരത്തെ അറിയാം. ഇത് ഒരു തവണ ഏതെങ്കിലും ഒരെണ്ണം നടന്ന എല്ലാം പിടിക്കും. ഇതാണൊക്കെ പോൾ നീരാളി കേട്ടിട്ടുണ്ടോ? വേൾഡ് കപ്പ് പ്രവചിച്ചുകൊണ്ടിരുന്ന പോൾ, ഒരു നീരാളി ഇങ്ങനെ വേൾഡ് കപ്പ്, ഫുട്ബോൾ വേൾഡ് കപ്പ്, പോൾ നീരാളി, അതാണ് എല്ലാ വർഷവും വരുമായിരുന്നു. പക്ഷെ ലാസ്റ്റ് അയാൾ പറഞ്ഞ മീൻസ് അയാളല്ല, അപ്പം നീരാളി പറഞ്ഞ തെറ്റി, അതോടെ തീരും. ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ലക്ക് എന്നുള്ളൊരു സംഭവത്തിൽ പറയുന്നില്ല. 2 ബോക്സിൽ 2 ടീമിന്റെ പേര് വയ്ക്കും, നീരാളി വന്ന് എടുക്കുന്ന ടീം ജയിക്കും. എനിക്ക് തോന്നുന്നു 2010 വേൾഡ് കപ്പിലായിരുന്നു അങ്ങനെ പോൾ നീരാളി. അത് പിന്നീട് ചത്തുപോയെന്ന് തോന്നുന്നു. അപ്പോൾ അത് ലാസ്റ്റ് എന്തോ പറഞ്ഞൊന്നും പ്രഡിക്റ്റ് ചെയ്ത് കറക്റ്റ് ആയില്ല. അതൊന്നും നമുക്ക് അങ്ങനെ വിശ്വസിച്ച് ഒന്നും എല്ലാ കാര്യവും അങ്ങനെ എല്ലാം പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോട്ടെ, നമ്മൾ പറഞ്ഞത് എന്താണ്, ഫുൾ അടിച്ചു പൊളിച്ച് തീർക്കല്ലേ. അത് എനിക്ക് തോന്നുന്നു ഇപ്പം, പക്ഷെ എനിക്ക് എക്സാക്ട്ലി അറിഞ്ഞൂടാ. ഇപ്പം ഒരു ന്യൂ ജനറേഷൻ എന്ന് വിളിക്കുന്ന ജെൻസി കുട്ടികൾ ഒക്കെ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന, അവർക്കുള്ള ഇതാന്ന് പറഞ്ഞു. ഉപദേശമായിട്ടൊന്നും കൂട്ടണ്ട, കുറച്ച് നമ്മുടെ ഒരു ഇല്ലേ, നമ്മുടെ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സേവ് ചെയ്യുകയൊക്കെ ചെയ്യുക. നിങ്ങൾ ഒരു എന്ന് വെച്ചാൽ എല്ലാം അങ്ങ് സ്പെൻഡ് ചെയ്ത് തീർത്തില്ല നാളെ എന്നുള്ളൊരു ചിന്ത ഉള്ളത് നല്ലത് തന്നെയാണ്. അല്ലാതെ നമ്മളെല്ലാം അങ്ങ് സ്പെൻഡ് ചെയ്ത് തീർക്കുക എന്നുള്ളത്, ഇപ്പൊ എല്ലാം ചിലപ്പോൾ ചോദിക്കായിരിക്കും നാളെ ജീവിച്ചില്ല എന്ത് ചെയ്യും, നാളെ ജീവിച്ച എന്ത് ചെയ്യും, അതുകൂടെ ചിന്തിക്കണമല്ലോ. 50-50. എന്നാ പിന്നെ നമുക്ക് 3000 രൂപ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ 3000 രൂപ എന്ത് ചെയ്യണം പറ. എനിക്ക് തരൂ. അങ്ങനെയല്ല, ഞാൻ ഇതിൻ്റെ 3000 രൂപ എന്നുള്ള ഞാൻ പറഞ്ഞില്ല, ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മൈൻഡ് സെറ്റ്. ഇപ്പം നിങ്ങൾക്ക് ഒരു 10,000 രൂപ ശമ്പളം, കേരളത്തിൽ എന്തായാലും ഒരു ആവറേജ് ഒരു കൂട്ടുമ്പം 10-20-25,000 രൂപ വരെയൊക്കെ ശമ്പളമാണ് ആവറേജ് പറയുന്നത്. ഓക്കെ, നമുക്ക് 10,000 എടുക്കാം. 10,000 എത്ര ശമ്പളം കിട്ടുന്നു അതിൻ്റെ 10 to 20% നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റണം.
20%. 10,000 ആണെങ്കിൽ 1,000 അല്ലെ 2,000 രൂപ നിങ്ങൾ എന്തായാലും അത് സേവ് ചെയ്യണം. സേവ് ചെയ്യാന്ന് വെച്ചാൽ അതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റിൽ ഇടുക. കാരണം സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും നമ്മൾ വ്യത്യാസം പറഞ്ഞാൽ വെറും ഇപ്പം നമ്മൾ ബാങ്കിലാണെങ്കിൽ വെറും സേവിങ്സിൽ ഇട്ടാൽ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കുറവാണ്. പക്ഷെ പലവരും ബാങ്കിൽ പോലും ഇടാത്തവരുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഒരു ബാങ്കിൽ ഇടട്ടെ. ഓക്കെ. അപ്പം നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. സേവിങ്സിൽ ഇടുവാണെങ്കിൽ ഈ പറഞ്ഞ ഒരു 2% അത്ര എങ്ങാണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുള്ളൂ. പക്ഷെ ആ സ്ഥാനത്ത് നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ഇടുവാണെങ്കിൽ നമുക്ക് ഒരു 6 to 7 ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. നമ്മൾ ഈ പണപ്പെരുപ്പം എന്ന് പറയത്തില്ലേ, ഭാവിയിലേക്ക് വരുന്ന പണപ്പെരുപ്പം വരുമ്പോൾ ഇപ്പം ഇന്ന് 100 രൂപയ്ക്ക് മേടിച്ച സാധനം ഒരു 5 വർഷം കഴിഞ്ഞ് 100 രൂപയ്ക്ക് മേടിക്കാൻ കിട്ടണമെന്നില്ല. നമ്മളിപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ലാസ്റ്റ് ഒരു 10 വർഷം മുമ്പ് നമ്മളെടുത്തൊരു കാറിൻ്റെ ഇപ്പോൾ അതിൻ്റെ പുതിയ മോഡൽ അതേ വണ്ടിയുടെ വില നോക്കി അത് ആ 10 ലക്ഷം രൂപയ്ക്ക് എന്തായാലും കിട്ടത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു 15 ആയിട്ടുണ്ടോ, 15 ലക്ഷം ആയിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ കുറച്ച് വർഷം കഴിയുമ്പോൾ നമ്മുടെ പണം ഗ്രോ ചെയ്യണം. ഗോൾഡ് പോലെ. ഗോൾഡ് 5 വർഷം മുമ്പ് എത്രയായിരുന്നു നമ്മൾ കല്യാണ ടൈമിലൊക്കെ? 38,000-40,000 മറ്റുമായിരുന്നു തോന്നുന്നു. ഇപ്പോൾ 80,000 അത് കഴിഞ്ഞ് കയറിയെന്ന് അറിഞ്ഞോളൂ. അങ്ങനെ അത്ര അപ് ടു ഡേറ്റ് അല്ല. അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരൊറ്റ മീഡിയത്തെ കൊണ്ട് മാത്രം ഇടരുത്. ഇപ്പോൾ FD ആണ് FD മാത്രം അങ്ങനെയല്ല, നമുക്ക് പറ്റാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ ചെയ്യുക. പിന്നെ ഷെയർ മാർക്കറ്റൊക്കെ ഹൈലി റിസ്ക് ആണ്. അതിലൊന്നും എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റുകൾ ഉള്ളത്? ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് ബേസിക് ആയിട്ട് ഈ പറഞ്ഞ FD ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഇപ്പം ചോദിച്ചില്ല നേരത്തെ, പിന്നെ മാസ ശമ്പളം ഉള്ളവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ മാസാമാസം നമ്മൾ പൈസ അടയ്ക്കുമല്ലോ. ഇപ്പോൾ പലരും ചിട്ടിയിലൊക്കെ ചേരും. പക്ഷെ ചിട്ടി നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ഞാൻ പറയില്ല. ബിസിനസ്സുകാർക്കൊക്കെ പെട്ടെന്നൊരു പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ചിട്ടി നല്ലതാണ്. പക്ഷെ പൊതുവെ എനിക്ക് വേണമെങ്കിൽ നമ്മൾ കേരളത്തിൽ ഒരുപാട് പേര് ചിട്ടിയിൽ ചെയ്യണവരാ കൂടുതൽ. കേരളത്തിൽ ഭയങ്കര ചിട്ടി ഫണ്ട്സ് ഫേമസ് ആണ്. ചിട്ടി അത്ര നല്ലൊരു, എനിക്കറിയില്ല കാരണം ചിട്ടി ഒരു തവണ എടുത്താൽ പിന്നെ നമ്മൾ ലോൺ തിരിച്ചടയ്ക്കുന്ന പോലെയാണ്. ചിട്ടി നമുക്ക് അത്ര ഒരു പ്രോഫിറ്റ് ഇല്ല. എക്സ്ട്രാ പൈസയൊന്നും കിട്ടത്തില്ല അതിന്. ഇല്ല, നമ്മൾ അത് ഒറ്റയടിക്ക് നമുക്ക് ഫണ്ട് വേണമെങ്കിൽ ചിട്ടിയിൽ കിട്ടും. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരാണ്, അയാൾക്ക് പെട്ടെന്ന് ഒരു 10 ലക്ഷം കിട്ടിയ സാധനം എടുത്താൽ വിറ്റ് കഴിഞ്ഞാൽ 20 ലക്ഷം ഉണ്ടാക്കാൻ 20 ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. അല്ലെ 12 ലക്ഷം ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അതൊരു ഗുണമാണ്. കൂടുതലും ബിസിനസ്സുകാർക്ക് നല്ലതായിരിക്കും. സാധാരണ ആൾക്ക് അതിനേക്കാൾ നിങ്ങൾ FD ഇടൂ, അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒക്കെ ഇടുമ്പോഴും നല്ല ബാങ്കുകളിൽ ഇടുക. കഴിവതും സഹകരണ ബാങ്കുകളിൽ നിന്നൊക്കെ ഒഴിവായി ചെയ്യണമെന്നുള്ള, കാരണം ഒരുപാട് ഇൻട്രസ്റ്റ് ചിലപ്പോൾ തരുമെന്നൊക്കെ പറയും പല പ്രൈവറ്റ് ബാങ്കുകളൊക്കെ. അപ്പോൾ അത് കഴിവതും അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ട്രസ്റ്റ് ഉള്ളത് നമുക്ക് നാഷണലൈസ്ഡ് ബാങ്ക്സുകളുണ്ട്, അതിലൊക്കെ ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതാണ് വൺ ഫോം ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഫിക്സഡ് ഡിപ്പോസിറ്റ്. പിന്നെ RD റെക്കറന്റ് ഡിപ്പോസിറ്റ് എന്ന് വെച്ചാൽ മാസാമാസം ഒരു പൈസ ബാങ്കിലേക്ക് നമ്മൾ ഇടും. ഇപ്പോൾ 2,000 രൂപ നേരത്തെ പറഞ്ഞാൽ 3,000 വെച്ചിട്ട് ഒരേ എമൗണ്ട് വെച്ചിട്ട് അത് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് ലോങ് ടൈമിൽ അതും ഒരു വെൽത്ത് ആവും. അപ്പോൾ അങ്ങനെ അതാണ് അതിൻ്റെ ഒരെണ്ണം. പിന്നെ നമുക്കുള്ളത് ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. കടപ്പത്രം എന്ന് പറയാം, ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സർക്കാർ ഉൾപ്പെടെ പലരും ബോണ്ട് ഇഷ്യൂ ചെയ്യും പൈസയ്ക്ക് ആവശ്യം വരും. ആ ബോണ്ട് മേടിച്ച് കഴിഞ്ഞാൽ അതും കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് പലിശ കൂടുതൽ കിട്ടും. ബാങ്കിനേക്കാളും കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടും. അതിൽ തന്നെ പല റിസ്ക്കുകളുള്ളതുണ്ട്. കുറഞ്ഞ റിസ്ക്കുള്ള എടുത്ത് ഓൾവേസ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ റിസ്ക് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ഇൻട്രസ്റ്റ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം റിസ്ക്കും ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരാൾ പണം ഡബിളായി തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ റിസ്ക് ഇൻ ദാറ്റ്. അല്ലാതെ ആരും ഫ്രീക്കൊന്നും തരില്ല. FD ഈ പറഞ്ഞ പോലെ റിസ്ക് ഫ്രീ ആണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് 6% 6% തരും. അപ്പോൾ അതുകൊണ്ട് FDയും ചെയ്യുക. നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലാത്തവരാണ് ആദ്യം FD ഒരു RD സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ തന്നെ ബാങ്കിൽ. ഇപ്പോൾ നമ്മൾ ICICI, ഫെഡറൽ, SBI ഏതിലാണെങ്കിലും നിങ്ങളുടെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ബാങ്കിൽ RD സ്റ്റാർട്ട് ചെയ്യുക. കൃത്യമായിട്ട് ഒരു മാസം പൈസ അടച്ചു പോവാം. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മിക്കവരും പറഞ്ഞു വെച്ചാൽ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, EMI എല്ലാം പോയി കഴിഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ശമ്പളം കിട്ടുമ്പോഴേ ആദ്യം നിങ്ങൾ മാറ്റാനുള്ള 2,000 രൂപ അങ്ങ് RD അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ചിലവാക്കാൻ പറ്റില്ലല്ലോ. അത് മറ്റേ പറയുന്ന ആൾക്കാർ പറയാറില്ലേ, എന്താ പറയുക, ഒരുപാട് പൈസ ഉള്ളപ്പോൾ നമ്മൾ പൈസ ഉള്ളപ്പോഴാണ് പിടിച്ച് ജീവിക്കേണ്ടത്. പൈസ ഇല്ലാത്തപ്പോൾ പിടിച്ച് ജീവിക്കേണ്ട, എന്തായാലും അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ, പൈസ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പൈസ ഉള്ളപ്പോൾ മാക്സിമം നിങ്ങൾ നമുക്കപ്പോൾ 2 അക്കൗണ്ട് വെക്കാം. ഒരു അക്കൗണ്ടിലോട്ട് നമുക്കിങ്ങനെ സേവ് ചെയ്യാനുള്ള പൈസ ഇങ്ങനെ മാറ്റിയിട്ട് അതിന്റെ നിങ്ങൾ ATM കാർഡോ അല്ലെങ്കിൽ ഗൂഗിൾ പേയോ ഒന്നും എടുക്കാണ്ടിരിക്കുക. ഈ ഗൂഗിൾ പേ വെച്ചിട്ടാണ് പൈസ നമ്മൾ ഈ പറഞ്ഞ ഡിജിറ്റൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കൈ കൊണ്ട് കൊടുക്കുമ്പോൾ ഗെയിം കളിക്കുന്ന ഒരു ഫീൽ പോലെ അല്ലേ നമുക്ക് ഫീൽ ചെയ്യും. പലർക്കും അക്കൗണ്ട് മിനിമം ബാലൻസ് ഇല്ലാതാകുമ്പോഴായിരിക്കും അയ്യോ അക്കൗണ്ടിൽ പൈസ കൊടുക്കുമ്പോൾ ഇൻസഫിഷ്യന്റ് ബാലൻസ് കാണിക്കുമല്ലോ. എളുപ്പമായപ്പോഴേക്കും പൈസ പോകുമ്പോൾ ആ ഒരു വിഷമം അങ്ങോട്ട് ഇതാവണല്ലോ. മറ്റേ നമ്മൾ എണ്ണി കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ അറിയാം. 5 രൂപ കൊടുത്താലും 5 രൂപ പോയല്ലോ എന്ന് അങ്ങനെ വിഷമം വരുമല്ലോ.
ഓക്കെ, അപ്പം നമ്മൾ FD RD പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പലരും ഇപ്പൊ ചോദിക്കുക എങ്ങനെ FD ഇടാം, FD എങ്ങനെ RD എങ്ങനെ ഇടാമെന്ന് ചോദിക്കായിരിക്കും. ചില ബേസിക്കലി അറിയാത്തവരുണ്ടോ, അറിയാവുന്നവരായിരിക്കും മിക്കവരും. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്തൊക്കെ ഫോം എന്തൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്തില്ല, ബോണ്ട് വരെ എത്തിയുള്ളൂ, ഡിജിറ്റൽ ഗോൾഡ് പറഞ്ഞില്ല, അത് കേൾക്കാനാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് അറിയാവുന്ന ഒരു രീതി വെച്ചിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ FD ഉണ്ട്, RD ഉണ്ട്, ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ ഡിജിറ്റൽ ഗോൾഡ്, സിൽവർ, ഇപ്പൊ പുതിയ ഇതാണ് സിൽവർ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ IC ചിപ്പുകൾ അങ്ങനെയുള്ളതിലൊക്കെ ഷോർട്സ് കണ്ടോണ്ടിരുന്നേ എന്തോ കാറിന്റെ അകത്തോ ഒക്കെ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോഴും എല്ലാത്തിനും വേണ്ട സെൻസസ് അങ്ങനെ എല്ലാത്തിനും വേണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സിൽവർ അതിനകത്ത് ഉപയോഗിക്കുന്നതെന്നുള്ള പറഞ്ഞു. അതിനെ പറ്റി ഒരുപാട് ഡെപ്തിൽ എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് അത് ഒരുപാട് ആവശ്യം വരും. അതുകൊണ്ട് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ മ്യൂച്വൽ ഫണ്ട്സ്, ഷെയർ മാർക്കറ്റ്, അങ്ങനെ പിന്നെ ചിലവർ ക്രിപ്റ്റോ. പക്ഷെ ക്രിപ്റ്റോ ഒന്നും ഞാൻ ബിറ്റ്കോയിൻ ഒക്കെ ക്രിപ്റ്റോയിൽ വരുന്നതാണ്. എതേറിയം അങ്ങനെ ബിറ്റ്കോയിൻ നല്ലതാണോ? കുറെ പേര് ബിറ്റ്കോയിൻ വെച്ച് എന്തോ പൈസ പോയെന്നൊക്കെ പറഞ്ഞു. പൈസ പോയവരില്ല, കിട്ടിയവരുണ്ട്. ആദ്യകാലത്ത് എനിക്ക് തോന്നുന്നു 9 രൂപ മറ്റോ ആയിരുന്നു ഒരു ബിറ്റ്കോയിൻ. അത് 45 ലക്ഷമൊക്കെ വരെ പോയിരുന്നു. കറണ്ട് സ്റ്റാറ്റസ് എനിക്ക് അറിഞ്ഞുകൂടാ. 9 രൂപയുടെ സാധനം 45 ലക്ഷം 10 വരെ പോയിരുന്നു വില. അങ്ങനെ അതിനുശേഷമാണ് ക്രിപ്റ്റോ ഭയങ്കര ട്രെൻഡായി. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അത് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതൊരു മീൻസ് എന്താ ഒരു കൺഫ്യൂസിങ് ആണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അത്രയും റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കുറച്ച് അത്യാർത്ഥിയായി പോകും. അത്യാർത്ഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ട്, എടുത്തോ. അത് ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെ പറഞ്ഞാലും പൈസയുടെ പുറകിലൊരു ഇമോഷൻ ഉണ്ട്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു പൈസയാണ് നഷ്ടപ്പെട്ട എല്ലാവർക്കും പൊതുവെ വിഷമവും വേദനയും ഉണ്ടാവും. ആണ് പലരും പല രീതിയിലേക്ക് എത്തിക്കപ്പെടുന്നത്. ഷെയർ മാർക്കറ്റ് ഇട്ട് പൈസ പോയി. അതുകൊണ്ട് നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ എന്ന് പറയും. വെച്ചാൽ എല്ലാത്തിലും നമ്മുടെ റിസ്കിനനുസരിച്ച് നമുക്ക് ഏജ് കൂടും തോറും നമുക്ക് റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി കുറയും. എത്രയും നേരത്തെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും നല്ല. നിങ്ങൾ ജോലി കിട്ടുമ്പോൾ തന്നെ ഫസ്റ്റ് സാലറി ഒക്കെ പൊട്ടിച്ച് കൊടുത്തോ എല്ലാം. പക്ഷേ ഞാൻ പറഞ്ഞു ഇപ്പം പറഞ്ഞു നമ്മളങ്ങ് പിടിച്ച് ജയിക്കാന്നല്ല, നമുക്ക് എൻ്റർടൈൻമെൻറ്റും വേണം. പക്ഷേ എനിക്ക് 10,000 രൂപയുള്ള ഒരു 50,000 രൂപയുടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. നമുക്ക് എത്ര എൻ്റർടൈൻമെൻറ്റിന് സ്പെൻഡ് ചെയ്യാം അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇനി എൻ്റർടൈൻമെൻറ്റ് വേണമെങ്കിൽ നമ്മളെ ജോലി അല്ലെ സ്കില്ലുകൾ കൂട്ടുക, അല്ലെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പൈസ വരുമാനം വരാനുള്ള പരിപാടി നോക്കുക. അങ്ങനെ പിന്നെ ഒരു ഏജിൽ വർക്ക് ചെയ്യുന്ന അത്ര പോലെ നമുക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. പറ്റുന്നവരുണ്ടാവും, അത് നമ്മുടെ ഇതുപോലെ, പക്ഷെ പറ്റണമെന്നില്ല. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്യാം. ഇതൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഇനി എങ്ങനെ നമുക്ക് FD തുടങ്ങാം അറിയില്ലാത്തവർക്കായിട്ട്? ഓക്കെ, ബേസിക് ആയിട്ടുള്ള FD എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഫോണുള്ളവരാണ്, മൊബൈൽ ആപ്പുകൾ യൂസ് ചെയ്യുന്നുള്ള, അതായത് ബാങ്കിങ് ആപ്പുകൾ. ഇപ്പോൾ ICICIയുടെ ആണ് iMobile പേ എന്ന മറ്റാണ്, ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് ആപ്പ്, അങ്ങനെ എല്ലാത്തിനും ആപ്പുണ്ട്. അതായത് ബാങ്കിന് SBIക്ക് യോണോ ആപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആപ്പുകളിൽ തന്നെ നമുക്ക് FD തുടങ്ങാം. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് ഇതൊക്കെ വന്ന പപ്പ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞിലെ എന്നെ കൊണ്ട് ചെയ്യിക്കും. ഞാൻ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടിട്ടിട്ടുണ്ട് എന്റെ ഫസ്റ്റ് ഏതോ ക്ലാസ്സില്. എന്തിനോ ഇങ്ങനെ ഈ വ്യാപാര വ്യവസായം അച്ഛൻ്റെ അതിന് എനിക്ക് 500 രൂപ കുറെ പിള്ളേർക്ക് കൊടുക്കണം എന്റെ കൂട്ടത്തിൽ. ഒയ്യോ, അന്ന് 500 രൂപ കിട്ടിയപ്പോ എന്തൊരു സന്തോഷമായിരുന്നു. അത് ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നി, അതൊന്നും മേടിക്കാൻ തോന്നിയില്ല. ഇല്ല, ഞാൻ നേരെ കൊണ്ടേ അത് പോസ്റ്റ് ഓഫീസ്. ഇൻവെസ്റ്റ്മെന്റ് മെന്റാലിറ്റി ഞാൻ പണ്ടേ വെച്ചിട്ട് അങ്ങനത്തെ പോസ്റ്റ് ഓഫീസ് ഒക്കെ ഉണ്ട് കേട്ടോ. പോസ്റ്റ് ഓഫീസ്, ട്രഷറി ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. എനിക്ക് അപ്പോഴാ മനസ്സിലായി. ഞാൻ അടുത്ത പ്രാവശ്യം എന്നിട്ട് വേറെ എന്തോ വിഷു കൈനീട്ടം കിട്ടുമല്ലോ. ഞാൻ പണ്ട് കിട്ടുന്ന പൈസ എല്ലാം കൊണ്ട് ഞാൻ ഇങ്ങനെ ബാങ്കിൽ ഇട്ടുകൊണ്ടിരുന്നേ. എനിക്ക് കൊണ്ട് വെല്ലുമിച്ച് ഇങ്ങനെ പറയായിരുന്നു ബാങ്കിലിട്. എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് പിശുക്ക് തരവും കിട്ടിയത്. കൊണ്ടുപോയി ഇടാനായിട്ട് ഇങ്ങനെ പറയും. അപ്പൊ അങ്ങനെ ഞാൻ പോയി ഇട്ടപ്പോൾ ആ ഇട്ട 500 രൂപയിൽ എത്രയോ രൂപ കൂടുതൽ. അപ്പോഴെനിക്ക് മനസ്സിലായി ബാങ്കിൽ ഇതിലിടുമ്പോ പൈസ കൂടുതൽ കിട്ടുമെന്ന്. ഞാൻ വിചാരിച്ചിരുന്ന പൈസ ഞാൻ ചെലവാക്കാതിരിക്കാൻ വേണ്ടി കൊണ്ടുപോയിടേണ്ട സ്ഥലമാണെന്നാണ് എനിക്ക് അന്ന് പഠിച്ചിട്ടുണ്ടാവായിരിക്കും. പക്ഷെ അത് എവിടെ ഉപയോഗിക്കണേ അത് ഗ്രോത്ത് ഇല്ല. ആ പൈസ അവിടെ കിടന്ന 500 രൂപ 10 വർഷം 20 വർഷം കിടന്നാലും 500 രൂപ. ഞങ്ങൾ പണ്ട് ഇങ്ങനെ കുടുക്കയിലിട്ടിട്ട് ഈ ആലുവ മണപ്പുറത്ത് ഇങ്ങനെ ഇത് വരും. പണ്ട് പോവായിരുന്നു, ഇപ്പോഴൊന്നും അങ്ങനെ പോവാറില്ല കേട്ടോ, കുറെ നാളായി. അപ്പൊ അന്ന് ഇങ്ങനെ പോകുമ്പോൾ മൺചട്ടി മേടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കുടുക്കയിലിട്ട് സൂക്ഷിച്ചു വെക്കും. എല്ലാവർക്കും ഉണ്ടോ? ഞാനും കുടുക്കയിലൊക്കെ പണ്ട് ഇട്ട് വെക്കായിരുന്നു. പിന്നെ പൊട്ടിച്ചൊക്കെ ഇടിച്ച് പൊട്ടിക്കണമല്ലോ. അപ്പൊ പറഞ്ഞു വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. FD തുടങ്ങണത് ഇപ്പൊ ഫോണിൽ ചെയ്യാം. ഏത് ആപ്പിലാണെങ്കിലും നിങ്ങൾ ഈ ബാങ്കിങ് ആപ്പിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ബാങ്കിങ് ആപ്പുകൾ ഉണ്ടല്ലോ, അതിനകത്ത് കയറി അതിനകത്ത് FD ഫിക്സഡ് ഡിപ്പോസിറ്റ് അഥവാ FD എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിന്റെ ബാക്കറ്റ് തന്നെ RD എന്നും ഉണ്ടാവും, റെക്കറന്റ് ഡിപ്പോസിറ്റ്.
അത് എടുക്കുക, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. 500, 1000 രൂപ വേണം. 500 നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 1000 മിനിമം ഉണ്ട്, എന്തായാലും നടക്കും. 500 നടക്കുമായിരിക്കും മേ ബി. അപ്പം അത് ജസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കത് നോക്കുമ്പോൾ ഒരു ഇത് കിട്ടുമല്ലോ, എൻ്റെ അതുകൊണ്ട് പൈസ നമുക്ക് ഒരു പരിധി വരെ കോൺഫിഡൻസും വരും. യെസ്, ഒരു എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇപ്പം കൊറോണ ഒരു സിറ്റുവേഷൻ വന്നു, പൈസ ഇല്ലാതാകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താണ് ഭയങ്കര ഇതാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു 6 മാസം വരെ തള്ളി നീക്കാനുള്ള കുറച്ച് പൈസ ഉണ്ടെങ്കിൽ. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ പേജിൽ എപ്പോഴും ഞാൻ പറയാം, എല്ലാവരും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടിരിക്കണം. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഇപ്പം നിങ്ങൾ ഇപ്പം കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ചിലവർ നമ്മുടെ ഗേളി ടോക്കിനകത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ അയക്കാറുണ്ട്. അവർ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ എതിർത്തിട്ട് അവർ ലവ് മാരേജ് ആയിട്ട് ഇറങ്ങിപ്പോയി. പക്ഷേ ആ വീട്ടിൽ മാരീഡ് ആയിട്ടുള്ള വീട്ടിൽ ഈ കുട്ടിക്കൊരു ദൂരം. അപ്പം അങ്ങനെ വരുമ്പോൾ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു ജോബ് ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും വാല്യൂ തന്നെയാണ്. നമ്മൾ പറയുന്ന ആൾക്കാർ കേൾക്കാനും നമ്മുടെ അഭിപ്രായങ്ങൾ എടുക്കുകയും ചെയ്യും പൊതുവേ. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ കമന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടുകാർ ഭയങ്കര പരിഗണന തരണം. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ചെറിയ സേവിങ്സ് ശീലങ്ങൾ തുടങ്ങുക. ഇങ്ങനെ ആപ്പ് ത്രൂ നിങ്ങൾ ജസ്റ്റ് അതിനകത്ത് ആദ്യം അവർ ചോദിക്കും പ്രിൻസിപ്പൽ എമൗണ്ട്. ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്, അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും, അവർക്കൊക്കെ ഓടിച്ച് കാണാം. പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടാവും. ആ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ എത്രയാണോ എമൗണ്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് അത്, ഇപ്പോൾ ഒരു 1000 രൂപയാണ് 1000, അല്ലെ 5000 രൂപയാണ് 5000 കൊടുക്കുക. എന്നിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എത്ര നാളത്തേക്ക് ഇടുകയാണെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് കിട്ടും. അപ്പം നമ്മൾ അതിനകത്ത് നോക്കുക. അതിനകത്ത് നമുക്ക് നോക്കാം ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് കിട്ടുന്നതെന്നുള്ളത് നോക്കാം. അതിൽ തന്നെ ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം പിന്നെ ഓരോ ഓപ്ഷൻ ഉണ്ടാവും. ഒരു വർഷത്തേക്ക് ഇട്ടാൽ ചിലപ്പോൾ ഒരു 6% ആയിരിക്കും, ചിലപ്പോൾ 447, ഇങ്ങനെ അങ്ങനത്തെ ഒരു ഡേയ്സ് ഒക്കെ ഇടും. അവർ ഏറ്റവും കൂടുതൽ കിട്ടുന്ന അതിൽ ചിലപ്പോൾ ബാങ്കിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഇതുണ്ടാവും, അജണ്ട ഉണ്ടാവുമായിരിക്കും. ആ ഒരു ദിവസം ഇട്ടാൽ ഇത്ര കൂടുതൽ 6.5% കിട്ടും. പിന്നെ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ കൂടുതൽ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട. അത് നമ്മൾ 60 വയസ്സിന് മേലുള്ള ആൾക്കാർ, 60-65 തോന്നുന്നു, അവർക്കാണ് സീനിയർ സിറ്റിസൺ എന്നുള്ളത്. അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അല്ലാതെ അതിലേതാണ് നമുക്ക് ആപ്റ്റ്, 2 വർഷം 3 വർഷം അങ്ങനെ നമുക്ക് അപ് ടു 10 ഇയേഴ്സ് വരെ ഇടാമെന്നാണ് എൻ്റെ ഓർമ്മ. അത് അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എത്ര വർഷം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എല്ലാം എഴുതി വരും. എന്നിട്ട് നമ്മൾ ഓക്കെ എടുത്ത് സബ്മിറ്റ്. ചിലപ്പോൾ OTP വരും കേട്ടോ, കാരണം നമ്മൾ തന്നെയാണ് ഇടുന്നതെന്നുള്ളത്. പിന്നെ ഇങ്ങനെ FD ഇട്ടാനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒറ്റയടിക്ക് നമുക്ക് സേവിങ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം. FD നമ്മൾ ക്ലോസ് ചെയ്യുകയോ മെച്യൂർ ആവുകയോ ചെയ്യാതെ ആ പൈസ അക്കൗണ്ടിലേക്ക് വരില്ല, അതവിടെ കിടക്കും. അതിപ്പോൾ ഈവൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഫ്രോഡ്, ബാങ്കിങ് ഫ്രോഡൊക്കെ നടന്നാൽ പോലും FD അവിടെ ഉണ്ടാവും. നിങ്ങളത് ബ്രേക്ക് ചെയ്യാതെ എടുക്കാൻ പറ്റില്ല. പിന്നെ FDയുടെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് FD ഉണ്ട്, FD നിന്ന് ലോൺ എടുക്കാം. അത് എനിക്കും വളരെ കുറേ കഴിഞ്ഞിട്ടായിരുന്നു അറിയാം. പപ്പ ചെയ്യുമായിരുന്നു അങ്ങനെ. പപ്പ അങ്ങനെയാണ് എനിക്കറിയാം. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ FD തന്നെ നമുക്ക് ലോൺ എടുക്കാൻ വളരെ തുച്ഛമായ ഇൻട്രസ്റ്റ് റേറ്റേ വരുള്ളൂ. ഇപ്പോൾ സാധാരണ നമ്മൾ ലോൺ എടുത്താൽ എന്തായാലും 8-10 പിന്നെ അങ്ങോട്ട് മേളിലേക്കാണല്ലോ. ഇത് വളരെ തുച്ഛമായ, ഇത് നമ്മുടെ FD തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് വളരെ കുറവായിട്ട് ഇൻട്രസ്റ്റ് ആണ് എൻ്റെ, വളരെ കുറവാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് ലോൺ എടുത്തിട്ട് നമുക്കത് തിരിച്ച് പേ ചെയ്യാം. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അത് FD ഉണ്ടല്ലോ ഒരു ഗുണമാണ്. അതേപോലെ തന്നെയാണ് റിക്കറന്റ് ഡെപ്പോസിറ്റ്. അത് മാസം ഇത്ര വെച്ചിട്ട് അത് അക്കൗണ്ടിൽ നിന്ന് വ്യത്യാസം മീൻസ് മറ്റേതൊരു ലംസം. ഇപ്പം നിങ്ങളുടെ ഒരു വലിയ എമൗണ്ട്, ഇപ്പോൾ ഒരു 1000 രൂപ കൊണ്ട് ഇടുന്നതിനേക്കാളും 1000 ഒരു 10 മാസം സൂക്ഷിച്ച് വെച്ചിട്ട് ഇട്ട ഒരു 10000 രൂപ ഒറ്റയടിക്ക് ഇടാം. പക്ഷെ അതിനേക്കാളും നിങ്ങൾക്ക് 1000 ഇട്ട് റെക്കറന്റിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനും 6% പലിശ ഉണ്ടെന്ന്. രണ്ടിലും പലിശ കിട്ടുന്നത് വ്യത്യാസമുണ്ടോ? ഏകദേശം സെയിം ആണെന്നാണ്. റെക്കറന്റ് ഞാൻ ഒരുപാട് ചെയ്തിട്ടില്ല. നമ്മുടെ ഇങ്ങനെ പൈസ നിങ്ങൾക്ക് ഇടാൻ സൂക്ഷിച്ച് വയ്ക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ കുറച്ച് നല്ലതാണ്. സാലറിഡ് പേഴ്സൺ അതല്ലേ നല്ലത്. അവർക്ക് ഇത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ആ വഴി അങ്ങ് ചിലവായി പോകും. അപ്പം നമ്മളത് മാസം കൃത്യമായിട്ട് ആ പൈസ ക്ലോസ് ചെയ്യണം, എടുക്കണം, മെനക്കേടാവുന്നത്. അതേപോലെയാണ്. പിന്നെ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇവർ പോസ്റ്റ് ഓഫീസ്, ട്രഷറി ഒക്കെ കുറച്ചുകൂടെ നേരത്തെ പോസ്റ്റ് ഓഫീസിലൊക്കെ വലിയ ഇതുണ്ടോ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിരുന്നു. പക്ഷെ ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസത്തിലും നിങ്ങൾ ഒരു എപ്പോഴും നമ്മൾ കുറച്ച് കൺവീനിയൻസ് കൂടെ നോക്കുക. കാരണം ട്രഷറിക്കൊക്കെ ആപ്പ് ഇല്ലെന്നാണ്, കേരള ട്രഷറിക്ക് ആപ്പ് ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം നമ്മൾ നേരിട്ട് പോകണം. അവിടെ നമുക്ക് അവിടെ ഒരു ദിവസം പോകണേ അതൊരു മെനക്കേട്. വർക്കിംഗ് ഡേയിലേ പോകാൻ പറ്റും. ഇവിടെ കൊച്ചിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ഫുൾ ദിവസമാണ് അതിന് വേണ്ടി പോകുന്നത്. ആപ്പ് ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഏത് സമയത്തും ജസ്റ്റ് ചെയ്യാം. എനിക്കൊന്ന് പിന്നെ യോണോയുടെ ആപ്പിന് എന്തോ ഒരു മിഡ് നൈറ്റിൽ എന്തോ ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അതിടയ്ക്ക് പിന്നെ അങ്ങനെയുള്ളൂ. എന്നാലും നമുക്ക് ചെയ്യാം, എപ്പം ഫ്രീ ടൈമിൽ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ അത് നേരത്തെ പ്രീമെച്വർ ക്ലോസിംഗ് എന്ന് പറയും. നേരത്തെ ക്ലോസ് ചെയ്താൽ ഒരു ചെറിയ പെനാൽറ്റി വരും. അതുകൊണ്ട് നമ്മൾ പൈസ നഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ നമുക്കത് വേറെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 2 വർഷത്തേക്ക് ഇട്ടേക്കുന്നത്. 2 വർഷം കഴിഞ്ഞ് ഓട്ടോ മെച്യൂറും കൊടുക്കാം. ഓട്ടോ മെച്യൂർ വിത്ത് പ്രിൻസിപ്പൽ എമൗണ്ട് കൊടുക്കാം.
പിന്നെ അങ്ങനെ അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ചെയ്യാം FD എന്നുള്ളത്. ഈ ഓട്ടോ മെച്ചൂർ കൊടുത്ത് നമ്മൾ അറിയാതെ തന്നെ കിടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന വെച്ചാൽ FD ഓരോ വർഷത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ആ പൊയ്ക്കൊണ്ടിരിക്കുക പറഞ്ഞാൽ പിന്നെ വിത്ത് മെച്യൂരിറ്റി എമൗണ്ട് ആണ് ഇപ്പോൾ 1 ലക്ഷം ഇടുന്നു, 6% പലിശയാണ്. ഒരു വർഷം കഴിയുമ്പോൾ 1,06,000 രൂപ. ഈ 1,06,000 വീണ്ടും ഡെപ്പോസിറ്റ് ആവും. അപ്പോഴാണ് ലോങ് ടൈം നമ്മൾ പറഞ്ഞ കോമ്പൗണ്ടിങ് എഫക്റ്റ് വരിക. കോമ്പൗണ്ടിങ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മണി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ കോമ്പൗണ്ടിങ്ങിന് ഒരു എഫക്റ്റ് കിട്ടുന്ന കുറച്ച് ലോങ് ടൈം നിങ്ങളിടുക, ഒരു 10 years. അത് മെയിൻ ആയിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് അവിടെയൊക്കെ നമുക്കത് ആപ്ലിക്കബിൾ ആണ്. മ്യൂച്വൽ ഫണ്ടിലോട്ട് കിടക്കാം. FD ഇതാണ്. മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ പൈസ ഷെയർ മാർക്കറ്റിൽ ഇടുന്ന സംഭവം തന്നെയാണ്. ഇപ്പോൾ ഷെയർ മാർക്കറ്റ് അല്ല ട്രേഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്ട്ലി കൊണ്ട് നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇടുന്നു. ഡയറക്ട്ലി ഷെയർ മാർക്കറ്റിൽ ഇടാണ്ട് മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് വേണ്ടി ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ തുടങ്ങണേ നമ്മൾ ഒരു ബ്രോക്കർ ത്രൂ ആണ് തുടങ്ങുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സിറോദ, അപ്സ്റ്റോക്സ്, അങ്ങനത്തെ പിന്നെ ജിയോജിത്ത്, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. നമ്മുടെ അങ്ങനെ കുറേ ആപ്സുകളുണ്ട്. ഇത് ത്രൂ നമ്മൾ അത് ബ്രോക്കർ എന്ന് പറയും. ഇതും നമുക്ക് ഫോൺ മതി. പിന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിന് മെയിനായിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട് വേണം. അതെന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് ഒന്നുമില്ല. പിന്നെ ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിലും സെർച്ച് ചെയ്യുക ഹൗ ടു ഓപ്പൺ ഡിമാറ്റ് അക്കൗണ്ട്. നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടിലാണ് നമ്മൾ വെള്ള ഷീറ്റ് പിടിച്ച് അത് അതിൻ്റെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഡിമാറ്റ് അക്കൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ആധാർ വേണം, പാൻ കാർഡ്, ആസ് യൂഷ്വൽ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ട സാധനങ്ങൾ വേണം. പിന്നെ നമ്മൾ മാർക്കർ പെന്നും ഒരു വെള്ള ഷീറ്റായിരുന്നു അന്ന് വേണ്ടത്. ഒരുപാട് വർഷം മുമ്പേ ഞാൻ എടുത്തത്, ഒരുപാടല്ല 4-5 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്താണ് ഞാനിത് എടുക്കുന്നത്. അപ്പം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ അവർ പറയുന്ന ഒരു കോഡ് ഇങ്ങനെ എഴുതി നമ്മൾ ഒരു ഫോട്ടോ എടുക്കും. അത് പിന്നെ ആധാർ വേണം, പാൻ കാർഡ് വേണം, നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണം. ഈ ബാങ്ക് അക്കൗണ്ടുമായിട്ടാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. പിന്നെ ഇപ്പം ബാങ്കുകളിൽ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സേവിങ്സ് അക്കൗണ്ട് കം ഡിമാറ്റ് അക്കൗണ്ട് അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ആ ഓപ്ഷനെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡിങ്ങോ മ്യൂച്വൽ ഫണ്ട്സോ ചെയ്യാൻ പറ്റുള്ളൂ. ഷെയർ മാർക്കറ്റ് ചെയ്യണമെങ്കിലും ഡിമാറ്റ് വേണം. ഷെയർ മാർക്കറ്റ് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിനും ഡിമാറ്റ് അക്കൗണ്ട് വേണം. അങ്ങനെയാണ് നമ്മൾ സിറോദ, ഞാൻ നേരത്തെ പറഞ്ഞ സിറോദ, അപ്സ്റ്റോക്സ് എന്ന് പറഞ്ഞ ബ്രോക്കേഴ്സിനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഷെയർ മാർക്കറ്റും മ്യൂച്വൽ ഫണ്ട്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെയാണ്. നമ്മൾ വേറെ കമ്പനികളുടെ ഷെയർ നമ്മൾ മേടിക്കണം അല്ലേ? അപ്പോൾ ഷെയർ മാർക്കറ്റ് നമ്മൾ അവരുടെ ബിസിനസ്സിൽ ഒരു പാർട്ണർ ആവുന്നതിന് തുല്യമാണ്. ഇപ്പോൾ ഒരു കമ്പനിയുടെ റിലയൻസിന്റെ ഷെയർ മേടിച്ചാൽ നമ്മൾ റിലയൻസിന്റെ ചെറിയ ഇതാണ്. എന്നാലും നമുക്ക് ഇപ്പം ഇടയ്ക്ക് ഞാൻ പറയാല്ലേ, ഇപ്പം ചില കമ്പനികൾ ചിലയിടത്തൊക്കെ നമ്മൾ ഷെയർ മേടിക്കുമ്പോൾ നമ്മൾ കടയിലൊക്കെ ചെല്ലുമ്പോൾ കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ റീസെന്റ് അപ്പം ടാറ്റ മോട്ടോഴ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ ടാറ്റയ്ക്ക് ഭയങ്കര കുറച്ച് ബാഡ് റിവ്യൂസ് ഒക്കെ അവിടെ ഇവിടെ കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആവും. കാരണം ഇമോഷൻസ്, നമ്മുടെ ഇമോഷൻസ് ഓൾസോ മാർക്കറ്റിനെ എഫക്ട് ചെയ്യും. അപ്പം ഇതൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, കുറച്ച് അങ്ങോട്ട് ലോപ്പിക്കുക. എല്ലാവരും ഷെയർ മാർക്കറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. വളരെ പഠിച്ചിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഉറപ്പായി നഷ്ടം വരും. ഈ പറഞ്ഞ പോലെ ചുമ്മാ കൊണ്ട് പൈസ ഇടുന്നവരാണ് ഇത് പോരുത്, ഗാംബ്ലിംഗ് ആണ്, നിങ്ങളുടെ പൈസ പോവും എന്ന് പറയുന്നത്. കാരണം ഇതിനെല്ലാം ഒരു കൺട്രോൾ ബോഡി ഉണ്ട്. ഷെയർ മാർക്കറ്റാണ് അതിൻ്റെ കൺട്രോൾ ബോഡിയാണ് സെബി എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് 10 പേര് ചെയ്യുന്നതിൽ 9 പേർക്കും നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഹൈ റിസ്ക് ആണ്. മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ ഷെയർ മാർക്കറ്റും മ്യൂച്വൽ ഫണ്ട്സും രണ്ടും ഷെയർ മാർക്കറ്റിലോട്ട് തന്നെയാണ് പോണേ. ഓരോ കമ്പനികളുടെ ഷെയർ നമ്മൾ മേടിക്കുകയാണ്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി റിസ്ക് കുറവാണ്, ഇൻട്രസ്റ്റും കുറവാണ്. ഷെയർ മാർക്കറ്റ് വെച്ച് നോക്കിയാൽ ഇൻട്രസ്റ്റ് കുറവാണ്, പക്ഷേ FD-യേക്കാൾ ഇൻട്രസ്റ്റ് കൂടുതലാണ്. റിസ്ക് ഷെയർ മാർക്കറ്റിനേക്കാളും റിസ്ക് കുറവാണ്, FD-യേക്കാളും കൂടുതലാണ്. FD-യേക്കാളും റിസ്ക് കൂടുതലാണ്. കാരണം ഇൻട്രസ്റ്റ് കൂടുതൽ. നേരത്തെ പറഞ്ഞ സിമ്പിൾ ലോജിക്, എവിടെ ഇൻട്രസ്റ്റ് കൂടുന്നോ അവിടെ റിസ്ക് കൂടുതൽ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഡയറക്റ്റ് ഇടുന്നതിന്റെ ബിഹാഫിൽ ബ്രോക്കേഴ്സ് നമുക്ക് വേണ്ടി, ബ്രോക്കേഴ്സ് അല്ല, അതിലൊരു ഫണ്ട് മാനേജ്, ബ്രോക്കർ എന്ന് പറഞ്ഞാൽ നമ്മളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഇത് മാത്രം. ഒരു ആപ്പ് എന്ന് വേണേൽ നമുക്ക് ഇപ്പൊ പറയാം. യഥാർത്ഥ ആപ്പ് അല്ല, അങ്ങനെ ഇപ്പം എല്ലാവർക്കും ഈസി ആക്കി ആപ്പ് ആക്കി എന്ന് മാത്രം, മൊബൈൽ ആപ്പ്. അപ്പോൾ അതിൽ നമ്മൾ സിറോദയുടെ ഇപ്പൊ എക്സാമ്പിൾ പറയാം. സിറോദയാണ് കോയിൻ എന്ന് പറഞ്ഞൊരു ആപ്പ് ത്രൂ ആണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് ചെയ്യുന്നത്, കോയിൻ. അപ്പോൾ അതിൽ ജസ്റ്റ് കയറുന്നു, അതിൽ എൻട്രി ചെയ്യാൻ എനിക്കൊന്ന് 200 രൂപ മറ്റോ അങ്ങോട്ട് കൊടുക്കണം. അത് ചെയ്യണം. പക്ഷെ എന്നാലും അത് ഒരു വർത്താണ്, നമ്മളങ്ങനെ നഷ്ടം. പിന്നെ പലരും ഫ്രീ എൻട്രി കൊടുക്കുന്നുണ്ട് ചില ആപ്പുകളൊക്കെ. പക്ഷെ എപ്പോഴും നല്ല ട്രസ്റ്റ് ആയിട്ടുള്ള, സിറോദയൊക്കെ ഭയങ്കര ട്രസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പം അതിൽ നമ്മൾ ജസ്റ്റ് കയറുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിൾ, നമ്മളൊരു 10 പേരുണ്ട്. നമ്മുടെ 10 പേരുടെ നമ്മുടെ കുറേ ഒരു 10,000 രൂപ ഇതുണ്ട്. അപ്പോൾ 1 ലക്ഷം രൂപയായി. അപ്പോൾ നമ്മളൊരു ഫണ്ട് മാനേജർ ഒരാളുണ്ട്. അയാൾക്ക് ഈ ഷെയർ മാർക്കറ്റിനെ പറ്റിയൊക്കെ നോളജ് ഉള്ള ഒരാളാണ്. നമുക്കറിയാം
ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല ആ ഫണ്ട് മാനേജറെ നമ്മൾ നേരിട്ട് കാണത്തില്ല കേട്ടോ. അത്രയും പൊസിഷനിൽ അത്രയും ഞാനിപ്പോൾ 10 പേരെന്ന് പറഞ്ഞോളൂ, അവർ ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ കോടിക്കണക്കിനോ ആൾക്കാരെ ഫണ്ടായി മാനേജ് ചെയ്യുന്നത്. പക്ഷെ അവരെ പറ്റി നമുക്ക് പഠിക്കാം, ഗൂഗിളിലൊക്കെ നോക്കാം, ഇയാൾ നല്ലതാണ് പേരറിയാം. പക്ഷെ അയാൾ നമ്മൾ പേഴ്സണലി ഒന്നും പോയി കാണാനൊന്നും പറ്റൂല. കാരണം നമ്മൾ ഓരോ ഫണ്ട് മാനേജ് ചെയ്യുന്ന ആളെ നോക്കിയിട്ടായിരിക്കും കൊടുക്കുക. എന്ന് വെച്ചാൽ ഒരു ആക്സിസിന്റെ ഒരു ഇതാണെങ്കിൽ അതിനൊരാളുണ്ടാവും. ഞാൻ പറഞ്ഞ ഓരോ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ അയാളെ പറ്റി നമ്മൾ നോക്കാം. അയാൾ എന്തായിരുന്നു, ഫോർമർലി വേറെ ഇന്നടുത്ത് വർക്ക് ചെയ്തായിരുന്നു, അയാൾക്ക് നല്ല ഹിസ്റ്ററി ഉണ്ട്, നല്ല ഡെപ്ത് നോളജ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇപ്പം എല്ലാം ഗൂഗിൾ ചെയ്താൽ കിട്ടുമല്ലോ. അങ്ങനെയൊക്കെ നോക്കി നമ്മൾ ഇടുക. പിന്നെ ഇത്രയൊന്നും പോയില്ലെങ്കിലും കോമൺലി ഗ്രോ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആപ്പുകളുണ്ട്. ഈ ആപ്പുകളും അല്ല അങ്ങനത്തെ പേജുകൾ, ഇപ്പോൾ ഗ്രോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് തന്നെ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അതിലൊക്കെ നോക്കിയാൽ ഒരു കോമൺലി ഒരു ആവറേജ് ഗ്രോത്ത് കിട്ടുന്ന അനക്ക് ഏതെങ്കിലും സജസ്റ്റ് ചെയ്യാനുള്ള യൂട്യൂബ് ചാനൽസോ ചെക്ക് ചെയ്യാനായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഓതറൈസ്ഡ് ആയിട്ടുള്ളത് ഉണ്ടോ? അങ്ങനെ ഞാൻ ആരെ പേര് പറഞ്ഞു കൊടുത്താൽ എന്തായാലും വന്നാൽ നമ്മുടെ തലയിലാവുമല്ലോ. അത് അവരവരുടെ റിസ്കിൽ നിങ്ങൾ ചെയ്യുക. പക്ഷേ ഞാൻ പറയാം മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ നിങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞ ഓതറൈസ്ഡ് ആയിട്ട് സിറോദ എന്ന് പറയുന്ന അവർക്ക് തന്നെ യൂട്യൂബ് ചാനലുണ്ട്. ഈ ഗ്രോ അവർക്ക് മലയാളത്തിലുണ്ട്. അവരൊക്കെ അത്യാവശ്യം ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ സജഷൻസ് പിന്നെ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം കേട്ടാലും തീരുമാനം നിങ്ങളെടുക്കണ്ടേ എവിടെ ഇടണ്ടെന്നുള്ള. അപ്പം നിങ്ങൾക്ക് പഠിക്കാമല്ലോ ഇത് നല്ലതാണോ. ഇപ്പോൾ എന്തോരം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്താലും നല്ലതാണോ നമുക്ക് നോക്കാം. ലാസ്റ്റ് ഒരു 5 വർഷത്തെ ഗ്രോത്ത് നോക്കാം. പിന്നെ എല്ലാ റിസ്ക് ഉണ്ട്. ഏത് ഏജിലുള്ളവർ ഇങ്ങനെ ഇത് ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ മാക്സിമം എല്ലാവരും ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പൈസ കൊണ്ടിടുന്നു, നിങ്ങൾ വിചാരിക്കുന്നു അടുത്ത വർഷം അല്ലെങ്കിൽ എൻ്റെ മറ്റേ വീട് വെക്കണം, അടുത്ത വർഷം ഇത്രാം തീയതി വീട് വെക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു മോളുടെ കല്യാണത്തിന് വെച്ചേക്കുന്ന പൈസയാണ്. അടുത്ത വർഷം അതേ ദിവസം ആകുമ്പോൾ ആ പൈസ അങ്ങനെ റിട്ടേൺ കിട്ടണമെന്നില്ല. അതാണ് മറ്റേ നിങ്ങൾ പരസ്യം കാണാൻ പറയുന്നത് ലാഭനഷ്ടവിധേയങ്ങൾക്ക് ബാധകം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്പീഡ് പറഞ്ഞു പോകത്തില്ല മ്യൂച്വൽ ഫണ്ട്സ് തൊട്ട് പറയുന്നത്. എല്ലാവരും അങ്ങനെയാണ്. എനിക്ക് നമ്മുടെ കേരളത്തിൽ ഭൂരിഭാഗം ആളുകൾ ഷെയർ മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ റിസ്ക് ആണ്. എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ള പൈസയൊക്കെ പോട്ടെ, അപ്പുറം അമ്മയുടെ അവിടെ ഉള്ള ഏതോ കടയിലൊരു ചേട്ടൻ കൊണ്ട് പൈസ മൊത്തം ഇട്ട് ഫുൾ പൈസയും പോയിരുന്നു. അത് ഷെയർ മാർക്കറ്റ് ഷെയർ മാർക്കറ്റ് ഒക്കെ ഹൈ റിസ്ക് ആണ്. പൈസ പോകുന്ന ഒരുപാട് പേരുണ്ട്, പൈസ കിട്ടുന്നവർ ഒരുപാട്. മ്യൂച്വൽ ഫണ്ട് കമ്പാരിറ്റീവ്ലി പ്രശ്നമില്ല. കാരണം ഇത് നമ്മുടെ ഇന്ത്യ ഗ്രോത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അറ്റ് ദ എൻഡ് ഇന്ത്യ നല്ല ഗ്രോത്തിലാണ്. അറ്റ് ദ എൻഡ് എല്ലാ രാജ്യവും ഒരു ഗ്രോത്തിലേക്കല്ലേ പോകാൻ ആഗ്രഹിക്കുള്ളൂ. ഇപ്പൊ കൊറോണ പോലെ സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ ഒരു ഡൗൺ വരും. പക്ഷെ എന്നാൽ പോലും അവിടെ നിന്നും പിന്നെ മേളിലേക്ക് മാർക്കറ്റ് പോകുള്ളൂ. അങ്ങനെയാണ് അതിന്റെ സാധ്യത. അല്ലെ ഇന്ത്യൻ എക്കോണമി മൊത്തം തകരണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിലും ചെറിയ എമൗണ്ട് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു 5000 ചെറിയ എമൗണ്ട് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് ഈക്വലായിട്ട് പറഞ്ഞ പോലെ നമ്മൾ ഒരു 3-4 മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇടുക. അത് നമ്മുടെ റിസ്കിനനുസരിച്ചാണ്. ഇപ്പോൾ ഒരുപാട് ക്യാഷൊക്കെ ഉള്ളവരാണ് നിങ്ങൾക്ക് ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. അവരുടെ ചെന്നാൽ അവർ നിങ്ങൾക്ക് ഇത്ര അലോക്കേറ്റ് ചെയ്ത് തരും. നിങ്ങളുടെ റിസ്കിനനുസരിച്ച് ഡെപ്റ്റ് ഫണ്ടിൽ ഇത്ര ഇടണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ ഫണ്ടുകൾ പറയും. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ലാർജ് ക്യാപ്പ്, സ്മാൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് എന്നുണ്ട് മ്യൂച്വൽ ഫണ്ട്സ്. ബോറടിക്കുന്നുണ്ടല്ലേ? അങ്ങനെ അതുണ്ട്. അപ്പം ഈ ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് കുറവാണ്, ഇൻട്രസ്റ്റും കുറവാണ്. ഇപ്പോൾ ലാർജ് ക്യാപ്പ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിലയൻസ് പോലെ ഒരു ബിഗ് കമ്പനി, നമ്മളതിനകത്തോണ്ട് പൈസ ഇട്ടാൽ ഒരു പരിധിവരെ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം വലിയ കമ്പനിയാണ്, ലാർജ് ക്യാപ്പ്. പക്ഷെ ഇൻട്രസ്റ്റും കുറവായിരിക്കും. കാരണം അവര് പൊട്ടത്തില്ലെന്നൊരു വിശ്വാസം. അത്രേ ഉള്ളൂ. അങ്ങനെ അതാണ് സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കമ്പനി ചെറിയ കമ്പനിയാ, പക്ഷെ അവര് വളർന്ന അവരിൽ നിന്ന് ഭയങ്കര ലാഭം നമുക്ക് കിട്ടും. നമ്മൾ അറിയണം. അത് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട്സ് ഇതൊന്നും നിങ്ങൾ അറിയണ്ട. അതിന് ഫണ്ട് മാനേജർ ഉണ്ട്, അയാൾ പലയിടത്തായിരിക്കും അലോക്കേറ്റ് ചെയ്തിടാം. പക്ഷെ ഷെയർ മാർക്കറ്റിലാണ് നിങ്ങൾ അറിയാൻ ഒരു കമ്പനിയുടെ ഓരോ കമ്പനികളും IPO എന്ന് പറയും, ഇതിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള. അതായത് ചുമ്മാ ഒന്നും കയറി ഒരാൾക്ക് ഷെയർ മാർക്കറ്റിലൊന്നും എടുക്കാൻ പറ്റില്ല. ഒരുപാട് ഈ സെബി പോലത്തെ അവരെ കംപ്ലീറ്റ് നമ്മളെ പറ്റി പഠിക്കും. നമ്മൾ നല്ല ആളാണോ, കടം മേടിച്ചിട്ടുണ്ടോ, നമുക്ക് നല്ല ഉദ്ദേശങ്ങളാണോ, നമ്മൾ ഇതിന് വല്ലതും പറ്റിച്ചിട്ടുണ്ടോ, ബാങ്കിൽ നിന്നൊക്കെ ഇഷ്യൂസ് ഉണ്ടോ, അതൊക്കെ നോക്കി നമ്മുടെ കമ്പനിയുടെ ചരിത്രം മുഴുവൻ പഠിച്ചിട്ടേ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെയും വരാം ലൂപ്പ് ഹോൾസ്. അങ്ങനെ ചില ലൂപ്പ് ഹോൾസ് വരും. അതാണ് സ്കാം 1992 ഒക്കെ കാണിക്കുന്നത്. അപ്പൊ വരുമ്പോൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവരും. എല്ലാവരും അങ്ങനെ വരുമ്പോഴാണ് ഹർഷിത് മേത്ത. അപ്പോൾ അങ്ങനെ വരാം. പക്ഷെ എന്നാലും അതിപ്പോൾ എന്തും ഒരു ബാങ്കുകൾ വിട്ടു പോകണില്ലേ, ബാങ്കുകൾ പലതും യെസ് ബാങ്കിനൊക്കെ ഇടയ്ക്ക് ഡൗൺ, ഒരുപാട് ബാങ്കുകൾക്ക് ഡൗൺ വരും. അത് വരാം. നമുക്കിപ്പോൾ ഉള്ളതിൽ നിന്ന് എന്ത് ചെയ്യാന്നല്ലോ, ഇതെല്ലാം കൂടെ നമുക്ക് മാറ്റാനൊന്നും പറ്റില്ലല്ലോ. മിഡ് ക്യാപ്പ് ഇൻവെസ്റ്റ് ചെയ്യാം. സ്മാൾ ക്യാപ്പ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കും, അവർ തുടക്കമായിരിക്കും. പക്ഷെ അവർ പൈസ ഇട്ട് അവർ ഗ്രോ ചെയ്താൽ നമ്മളും ഗ്രോ ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങളൊന്നും അറിയണ്ട. മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾ നല്ലൊരു ഫണ്ട് മാനേജറാണ്, നല്ലൊരു ഇതിന്റെ ആണ്. സറോദയിൽ പോയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് അങ്ങോട്ട് എടുക്കാം. എങ്ങനെ
മ്യൂച്വൽ ഫണ്ട് ഈ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ട് മ്യൂച്വൽ ഫണ്ട് വെറുതെ അല്ല, ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നല്ല ആൾക്കാരുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ കമ്പനികളുടെ തന്നെ ഇത് കിട്ടും. അതിൽ പോയിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെറിയ എമൗണ്ട് വെച്ച് തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഗ്രോ ചെയ്യുന്ന കാണുമ്പോൾ ഓക്കെ എന്നുള്ളൊരു. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് 1 വർഷം കഴിഞ്ഞ് ഭയങ്കര എമൗണ്ട് ആവുമെന്നും പറഞ്ഞൊന്നും ചെല്ലരുത്. അത് നമ്മളൊരു മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ 5 years ഒരു 10 years ഒക്കെ ഇടാൻ പറ്റുമെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ കോമ്പൗണ്ടിങ്ങിന് എഫക്റ്റ് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എക്സാമ്പിൾ കോമ്പൗണ്ടിങ്ങിന് എഫക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ പിന്നെ ഉണ്ണി എനിക്ക് 1 രൂപ ദിവസവും തരുന്നു. ഇന്ന് 1 രൂപ തരുന്നു, അതിൻ്റെ അടുത്ത ദിവസം അതിൻ്റെ ഇരട്ടി തരുന്നു. 2 രൂപ തരുന്നു, അതിൻ്റെ അടുത്ത ദിവസം അതിൻ്റെ ഇരട്ടി തരുന്നു. 4 രൂപ തരുന്നു. അങ്ങനെ തന്ന ഒരു 30 ദിവസം 1 മാസം കൊണ്ട് ഉണ്ണി എനിക്ക് എത്ര രൂപ തരേണ്ടി വരും? ഞാൻ ഗസ് ചെയ്യണം. ഇത് ഞാൻ ഒരു തവണ നെട്ടിയതാട്ടോ, അതുകൊണ്ട് ഞാൻ വീണ്ടും ഞെട്ടണം. ഗസ് ചെയ്യുന്നില്ല, നിങ്ങൾ കമന്റ് ചെയ്യുക അല്ലേ? കമന്റ് ചെയ്യുക, അത് പറയണോ അതിന് ആൻസർ? ഞാൻ ഇപ്പൊ എത്ര 1 രൂപ വെച്ച് നമ്മൾ മാസം ഇടാണ്. ഒരു ദിവസം 1 രൂപ തരുന്നു, അതിന്റെ അടുത്ത ദിവസം അതിന്റെ ഇരട്ടി 2 രൂപ 4 രൂപ അങ്ങനെ ഓരോ ദിവസവും അതിന്റെ ഇരട്ടി പൈസ തരികയാണെങ്കിൽ 30 ദിവസം കൊണ്ട് എത്ര രൂപ തരും? നമ്മൾ കോമൺലി ഞാൻ പറയാം 30,000 രൂപയെന്ന് ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, എന്നോട് ചോദിച്ച സമയത്ത് 100 രൂപ എന്നാട്ടോ. 100,000 കണ്ട് പറഞ്ഞു. ഓക്കെ, ഇത് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങനെ ഇത് ഏതാണ് നിങ്ങൾ എത്ര രൂപ കിട്ടും ഇപ്പൊ ഗസ് ചെയ്യണം. ഇപ്പൊ താഴെ പറയണേ, പറഞ്ഞു കഴിഞ്ഞിട്ടല്ല കമന്റ് ചെയ്യണേ. 1 2 3 4 ഇത്ര നേരം കമന്റ് ഇടാൻ പറ്റും. അങ്ങനെ കോമ്പൗണ്ടിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 30ാമത്തെ ദിവസം ഏകദേശം 107 കോടി രൂപ കിട്ടും. 107 കോടി. പക്ഷെ പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ അത്രയും നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. 107 കോടി രൂപ എന്ന് വെച്ചാൽ അതും അതിന്റെ ഏറ്റവും ഒരു ഇത് പറയാന്ന് വെച്ചാൽ അതാണ് കോമ്പൗണ്ടിങ്ങിന്റെ ഫീൽ. ചിലപ്പോൾ ആദ്യത്തെ ഒരു 10 ദിവസം വലിയ എമൗണ്ട് ഉണ്ടാവില്ല. ഈ 10 ദിവസങ്ങൾ നിങ്ങൾ വർഷമായിട്ട് കൂട്ടണം കേട്ടോ. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടിയാവുക, അതാണോ? അല്ല, കൂട്ടുപലിശ. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ പണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഫോർമുലയൊക്കെ ഉണ്ട് നമ്മൾ പണ്ട് പഠിക്കില്ല. പക്ഷേ കോമ്പൗണ്ടിങ്ങിന്റെ റിയൽ ഇത് കിട്ടണേ നമ്മൾ കുറച്ച് ലോങ് ടൈം. ഇപ്പൊ ഞാനീ പറഞ്ഞതൊരു എക്സാമ്പിൾ ആണ്. ഒരിക്കലും ഒരു ഇതിലിട്ടാലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇട്ടാലും നമുക്ക് ഇത്ര റിട്ടേൺ കിട്ടില്ല. ഇതിപ്പോൾ 100% വെച്ച് ഇട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇതേ സ്ഥാനം ഇപ്പോൾ ഈ 5 വർഷം മ്യൂച്വൽ ഫണ്ട്സ് ഇട്ട പൈസ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. 5 വർഷം കൊണ്ട് 25 ലക്ഷം ആവുന്നത് ചിലപ്പോൾ 10 വർഷം ഇട്ടാൽ 1 കോടിയൊക്കെ ആവും. 4 ഇരട്ടിയായി. ഇപ്പൊ നിങ്ങൾക്കൊരു 10 വർഷം കഴിയുമ്പോൾ നല്ലൊരു വീട് വെക്കണം. അങ്ങനെയൊക്കെ കുറച്ച് ധൃതിപ്പെട്ട് ഈ ലോണൊക്കെ എടുക്കാതെ ഇപ്പൊ നിങ്ങൾ ക്ഷമ വേണം. ഇൻവെസ്റ്റ്മെന്റ് ഒരു 22-23 ഏജ് ഒക്കെ ഉള്ളവരാണ് ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-35 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ എത്ര വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം? നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്ത് വെറുതെ ഇരിക്കാൻ പറ്റും. അതിൽ നമുക്ക് റിട്ടേൺ വരും. ഇപ്പൊ വിചാരിക്കണ്ടോ 10-15 വർഷം നമ്മൾ ഇത്രയും വർഷം ഇപ്പൊ അടിച്ചു വിളിക്കുന്നതല്ലേ നല്ലത്. 40 വയസ്സാകുമ്പോൾ എനിക്ക് വെറുതെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എല്ലാവരും ഇപ്പൊ ഏർലി റിട്ടയർമെന്റ് വെറുതെ ഇരിക്കാന്നല്ല, ഇഷ്ടമുള്ള ചെയ്യാൻ പറ്റും. സ്ട്രെസ് ഇല്ലാണ്ടിരിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരുപാട് വർഷം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് വർഷവും നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ കൊറോണ വന്നിട്ട് 5 വർഷം കഴിഞ്ഞു, പെട്ടെന്ന് പോയ പോലില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യും. ടൈം പെട്ടെന്ന് പോകും. നിങ്ങൾ ഈ പറഞ്ഞ 10 വർഷം 15 വർഷമൊക്കെ ടം ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുമ്പത്തെ പ്രീവിയസ് വീഡിയോ ഉണ്ട്, ഭൂമി കറങ്ങണത് സ്പീഡായി ഇങ്ങനെ കേട്ടിരുന്നു. സന്തോഷമുള്ള സമയങ്ങൾ പെട്ടെന്ന് പോകുന്ന പറയാം. ഇപ്പോൾ ഫോണൊക്കെ നോക്കിയിരിക്കാൻ പെട്ടെന്ന് നമ്മുടെ ഒരു ദിവസം പോകും. അപ്പോൾ അതുകൊണ്ട് ടൈമൊക്കെ പെട്ടെന്ന് പോകും. നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ നല്ല സമയം പിന്നീട് ആലോചിച്ചിട്ട് കാര്യമില്ല. അയ്യോ അന്ന് ഞാൻ ഇങ്ങനെ, അത് കുറേ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് ഞാൻ ഇട്ടിരുന്നത് ഞാനിപ്പോൾ ആരായിരുന്നു, പക്ഷെ അന്ന് ഇട്ടില്ലല്ലോ. പിന്നെ അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മളിപ്പോൾ പലരും പറയോ അന്ന് മറ്റേ ഇവരൊക്കെ സ്ഥലം മേടിച്ചിട്ടിരുന്നെങ്കിൽ ഇപ്പൊ എറണാകുളത്തല്ലേ അച്ഛൻ 35 വർഷം മുമ്പാണ് എറണാകുളത്ത് ഒന്ന് കട തുടങ്ങിയെന്ന് ഉണ്ണിയുടെ അച്ഛൻ. ആ സമയത്ത് ഇവിടെ വയലായിട്ട് കിടന്നാണ് അച്ഛൻ വന്നിരുന്ന സമയത്ത് കാക്കനാടൊക്കെ ഫുൾ കാടായിരുന്നു അല്ലേ? ഫുള്ള് കാട്. ഇവിടെ വേസ്റ്റ് കൊണ്ട് ഇടാനിരുന്ന സ്ഥലമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഉറപ്പില്ല കേട്ടോ. അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛനൊക്കെ വന്ന സമയത്ത് ഫുള്ള് പാടായിരുന്നു. ഫുൾ പാടം 1-2 കട അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ഇപ്പോഴും അമ്മ അത് പറഞ്ഞ് ചീത്തോളി കിടക്ക. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് വർഷം നോക്കണ്ട. നിങ്ങൾക്കപ്പോൾ ലോങ് നിങ്ങൾ ഇപ്പോഴും അടിച്ചു പൊളിക്കണമെന്ന് വെച്ചാൽ അടിച്ചു പൊളിക്കണം വെച്ചാൽ ഭയങ്കര ആഡംബരമല്ല. നമ്മുടെ ഉള്ളത് വെച്ചിട്ട് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയൊക്കെ ചിലവാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ സേവ് ചെയ്യാൻ എന്തായാലും നിങ്ങൾ എന്നാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മ്യൂച്വൽ ഫണ്ട്സിൽ SIP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അതായത് മന്ത്ലി നമ്മൾ ഒരു പൈസ, ഈ സാലറീഡ് പേഴ്സൺസിനാണ് നല്ലത്, ഒരു പൈസ നമ്മൾ കൃത്യമായിട്ട് മ്യൂച്വൽ ഫണ്ട്സ് ഇട്ട് പോകുന്നതാണ് ഈ SIP എന്ന് പറയുന്നത്. SIP ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മുടെ ഇപ്പോൾ ഒരു ഒറ്റയടിക്കൊരു 50,000 രൂപ ഉണ്ട്. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് അത്ര ബെനിഫിഷ്യൽ ആവണമെന്നില്ല. അത് പിന്നെ ഈ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഫണ്ട് മാനേജർ ഒരു മൾട്ടിപ്പിൾ കമ്പനികളിലാക്കി ഇടുക. ഇപ്പം ഓരോ സെക്ടേഴ്സ് ഉണ്ട്, IT,
അല്ലെങ്കിൽ ഓരോ പിന്നെ പവർ, അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ ഓരോ അതുണ്ട്. അപ്പം പൊതുവേ ഇത് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് തകരുന്ന ഒരു സിറ്റുവേഷൻ റയർലി റയർ ആയിരിക്കും. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് തകർന്നാൽ ഇന്ത്യ തകർന്നു എന്നാണ് അർത്ഥം. ഇതെല്ലാം നിന്നാലും ഇന്ത്യൻ എക്കണോമി വളരുള്ളൂ. അപ്പോൾ അങ്ങനെ പലയിടത്തിരുന്നുകൊണ്ട് ചിലപ്പോൾ ഒരെണ്ണം താന്നിക്കായിരിക്കും, ഒരെണ്ണം നല്ല കൂടിയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെയാണ് SIP ചെയ്യുമ്പോൾ. നിങ്ങളിപ്പം ഒരു മാസം മാർക്കറ്റ് നല്ല ഹൈ ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ ഷെയർ മേടിക്കുന്ന ഒരു മിഠായി മേടിക്കുന്ന ഒരു കുട്ടിക്കും, നിങ്ങളൊരു മിഠായി മേടിക്കുന്നു, 5 രൂപയ്ക്ക് മേടിക്കുന്നു. അപ്പോൾ അതൊരു ഷെയറാണ്, ജസ്റ്റ് കൂട്ടുക. അടുത്ത മാസം ആകുമ്പോൾ ചിലപ്പോൾ ആ മിഠായിക്ക് വില കൂടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 10 രൂപയ്ക്ക് മേടിക്കുന്നു. അതിൻ്റെ അടുത്ത മാസം വില കുറഞ്ഞു 2 രൂപയായി. അപ്പോൾ 2 രൂപയ്ക്ക് മേടിക്കുന്നു. ഇപ്പം 5 രൂപയ്ക്ക് മേടിച്ചു, 10 രൂപയ്ക്ക് മേടിച്ചു, 15, 3 രൂപ, 18 രൂപയ്ക്ക് നിങ്ങൾ മേടിച്ചു. അപ്പോൾ ഇതിൻ്റെ ആവറേജ് ഡിവൈഡ് ബൈ 3 വരുമ്പോൾ നിങ്ങൾക്ക് 6 കിട്ടും. ഓക്കെ, നിങ്ങൾ ആവറേജ് എടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇത് 3 എണ്ണത്തിന് മാത്രമാണ്. ഇതൊക്കെ നിങ്ങൾ ഒരു വർഷത്തിൽ പറഞ്ഞാൽ 12 തവണ എങ്കിലും ഇടുമല്ലോ. അതിൽ കൂടുതൽ ഇടാം നമുക്ക്. ഈ പറഞ്ഞ നിങ്ങളൊരു കൃത്യമായിട്ട് എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം 2000 രൂപ സേവ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 4 കമ്പനിയിലായിട്ട് ഇടുക. 4 കമ്പനിയിലോ 5 കമ്പനി 500 വെച്ചിട്ട് 4 അടുത്ത് ഇടുക. അപ്പം ഇതിങ്ങനെ ആവറേജ് ചെയ്ത് ലോങ് ടൈം നമുക്കൊരു പോകുമ്പോൾ ഞാൻ പറയാം അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 5 to 10 years എങ്കിലും ഇടുക. 20 വർഷമൊക്കെ ഇട്ടാൽ അടിപൊളിയായിട്ട് ഗ്രോ ചെയ്യും. അതാണ് ഒരു സേവ്. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ സേവിങ്സും പറഞ്ഞില്ലേ. മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പറഞ്ഞു. ഇൻട്രസ്റ്റിംഗ്. ഡിജിറ്റൽ ഗോൾഡ് പറഞ്ഞില്ല. യെസ്, ഡിജിറ്റൽ ഗോൾഡ്. ഇപ്പൊ പലരും ഫിസിക്കൽ ഗോൾഡ് വാങ്ങി വെക്കാറുണ്ട്. ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങി വെക്കുക. ഞാനിപ്പോൾ വിചാരിക്കുക നമ്മൾ കല്യാണ സമയത്ത് കുറച്ച് ഞാൻ ഇടത്തില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണിക്കൂലി ഇല്ലാത്ത വളകളൊക്കെ മേടിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ പണിക്കൂലിയുള്ള അമ്മയൊക്കെ അങ്ങനെയാ മേടിക്കണേ. ഇങ്ങനെ ഗോൾഡ് കോയിൻ ഒക്കെ കിട്ടും. പക്ഷെ ബാക്കി എല്ലാത്തിനും 1% 2% പണിക്കൂലി വരില്ലേ. പണിക്കൂലി അങ്ങനെ ഉള്ളത് മേടിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ഇങ്ങനെ ഫാൻസിയർ ആവുന്തോറും അതിന്റെ പണിക്കൂലി കൂടുകയല്ലേ ചെയ്യാ. ഇപ്പൊ എല്ലാരും ഫാൻസിയർ 20% ഒക്കെ ഉള്ളതെന്ന് തോന്നുന്നു. ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, അതൊരു ഇൻവെസ്റ്റ്മെന്റ് രീതിയിലൊന്നല്ല. മേടിക്കരുത്. അല്ല, സ്വന്തമായിട്ട് ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ മേടിക്കാം. എനിക്ക് ഇടാൻ ഇഷ്ടമാണ്. എനിക്ക് പിന്നെ ഞാൻ മേടിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ എന്നെ കൂട്ടി അറിയും മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇട്ട് ഞാൻ എവിടെയെങ്കിലും ഇട്ട് കളയും. അതുകൊണ്ട് മേടിക്കുക എന്നുള്ളത് ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അങ്ങനെ മേടിക്കാൻ ഇപ്പൊ ഈ പണിക്കൂലിയെ നഷ്ടപ്പെടുത്തേണ്ട ഇൻവെസ്റ്റ്മെന്റ് രീതിയിലാണ് നിങ്ങൾക്ക് ഡിജിറ്റൽ എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങും. കാരണം നിങ്ങൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങി ഇപ്പൊ ഒരു കല്യാണത്തിന് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തെക്ക് സൈഡിലൊക്കെ 100 പവനൊക്കെയാണ്. 100 പവൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് സൂക്ഷിക്കാൻ വീട്ടിൽ വെക്കാൻ പറ്റുമോ? വീട്ടിൽ വെക്കുന്നവരുണ്ടാവുമായിരിക്കും, പക്ഷെ ഹൈ റിസ്ക് ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, അതിലും കള്ളം കയറാം, എന്തൊക്കെ ഇത് വരാം. അപ്പൊ അത് സൂക്ഷിക്കാൻ ലോക്കർ വെക്കണം. ലോക്കർ വെക്കണമെങ്കിൽ ലോക്കറിന് വാടകയുണ്ട്, അതൊക്കെ കൊടുക്കണം. അപ്പം നമ്മൾ അത് സൂക്ഷിക്കാനൊരു ഇത് വേണം. പിന്നെ ഫാഷൻ മാറുമ്പോൾ പിന്നെ കൊടുത്തിട്ട് വേറെ മേടിക്കണമെങ്കിൽ പറ്റും. പക്ഷെ അപ്പോഴും പണിക്കൂലി അവിടെ പോവാ. അടുത്ത ഫാഷൻ മേടിക്കുമ്പോൾ അതിന്റെ മേളിൽ വേറെ പണിക്കൂലി നിങ്ങൾ കൊടുക്കുകയാണ്. അതുകൊണ്ട് അത് അത്ര ഗോൾഡ് കോയിനൊക്കെ ഓക്കെയാണ്. ബിസ്ക്കറ്റ്സ് ഒക്കെ നല്ലതായിരിക്കും. ഓക്കെ, നമ്മൾ ഇടയ്ക്കൊന്ന് ബ്രേക്ക് അടിച്ചിട്ട് വെള്ളം കുടിച്ച്. അപ്പോൾ ഗോൾഡ് എങ്ങനെ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം ഫിസിക്കൽ ഗോൾഡ് വാങ്ങേണ്ടവർക്ക് വാങ്ങാം. പക്ഷേ അത് ഒരു കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. കടയിൽ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിക്കൂലി ഇപ്പം നിങ്ങൾ ഇന്ന് മേടിച്ചിട്ട് നാളെ കൊടുത്താലും പണിക്കൂലി പോകും. ബാക്കി സ്വർണത്തിന്റെ വിലയാണ് കിട്ടുക. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഭയങ്കര ലാഭം പണ്ട് മേടിച്ചവർക്ക്. കാരണം സ്വർണം അങ്ങനെ വില കയറി. പക്ഷേ എന്നും ഇതാണ് കയറണമെന്നില്ല. ഇതൊരു റയർ കേസ് ആയിട്ട് ഡിജിറ്റൽ ഗോൾഡ് മേടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്വർണത്തിന്റെ ഇപ്പൊ പവൻ എത്ര വില. എന്താ ഡിജിറ്റൽ ഗോൾഡ് എന്താണെന്ന് ചോദിച്ചാൽ മീൻസ് അതിന് കറക്റ്റ് എക്സ്പ്ലനേഷൻ. എന്താണ് ഡിജിറ്റൽ ഗോൾഡ്, എങ്ങനെയാ ഗോൾഡ് ഡിജിറ്റൽ? നമ്മൾ ഇത് മേടിക്കുമ്പോൾ ഒരിടത്ത് നമുക്ക് വേണ്ടി ആ ഗോൾഡ് സംഭരിക്കുന്നുണ്ടാവുമായിരിക്കാം. ഞാൻ അങ്ങനെ എനിക്കതിന് ഭയങ്കര ഡെപ്തിൽ പറഞ്ഞുതരാൻ അറിയില്ല. ഇപ്പൊ നമ്മള് പൈസ അച്ചടിക്കുന്നത് എങ്ങനെയാണല്ലോ, നമ്മൾ എത്ര പൈസ അച്ചടിക്കുന്നു അതിന് തുല്യമായ സ്വർണം വെച്ചിട്ട് അത് ബാലൻസ് ചെയ്തിട്ടാണ്. അല്ലെ ഈ പറഞ്ഞ പോലെ പണപ്പെരുപ്പം എന്നൊക്കെ പറഞ്ഞ സംഭവം വരാം. ഇപ്പൊ നമ്മൾ ആലോചിക്കും നാട്ടിൽ പൈസ ഇല്ലെങ്കിൽ ഇഷ്ടമുള്ളത്രയും പൈസ അടിച്ചിറക്കിയാൽ പോരെ. അങ്ങനെയല്ല, അതിന് തുല്യമായ ഒരു സംഭവം അവിടെ വെക്കും. മിക്ക രാജ്യങ്ങളും സ്വർണം ആണ് വെക്കുക. നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ജുവലറി പർപ്പസിന് യൂസ് ചെയ്യുക. അതുകൊണ്ട് നോക്കിയാൽ മതി, നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ ജുവലേഴ്സ് എല്ലാം നമ്മുടെ കേരളത്തിലാണ്. ആലുക്കാസ്, ദുബായിലൊക്കെ പോയപ്പോൾ നമ്മൾ ആലുക്കാസ് അങ്ങനെയല്ലേ. നമ്മുടെ ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ കല്യാൺ ജുവലേഴ്സ്, ആലുക്കാസ്, അതൊക്കെ. അപ്പോൾ നമ്മളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ജുവലറി രീതിയിൽ ഇത് യൂസ് ചെയ്യുന്നത്. മിക്കവരും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുക. പിന്നെ അല്ലാതെ പല സംഭവങ്ങളും മേക്ക് ചെയ്യാനും ഒക്കെ അതിനകത്തൊക്കെ യൂസ് ചെയ്യും. ഓരോ സംഭവങ്ങളൊക്കെ സ്വർണ്ണം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗോൾഡിന് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎമ്മിലൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു ഈവൻ 1 രൂപയ്ക്കൊക്കെ മേടിക്കാം. പോയിന്റ് ഗോൾഡ് എന്ന് വെച്ചാൽ വളരെ പിന്നെ 1 രൂപയ്ക്ക് ഒരു പവൻ കിട്ടുമോ? അങ്ങനെ ഈക്വലായിട്ട് വീതിക്കാമല്ലോ. വളരെ തുച്ഛമായ പൈസയ്ക്ക് മേടിക്കാമെന്നാണ്. ഞാൻ മേടിച്ച് നോക്കിയിട്ടില്ല, പക്ഷെ പറയുന്നത് എങ്ങനെ. എന്നാലും നിങ്ങൾ പിന്നെ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ യൂസ് ചെയ്ത് മേടിക്കുന്നവരെ എനിക്കറിയാം, അത് മേടിക്കാം. പിന്നെ ഉള്ളത് ETF ഫണ്ട്സ്, അതായത് ഷെയർ മാർക്കറ്റൊക്കെ ആണെങ്കിൽ
ഇപ്പോൾ ഈ ഗോൾഡ് ബീസ് എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഫണ്ട്സുകളുണ്ട്. അതൊക്കെ സിൽവർ ബീസ് ഞാൻ പറഞ്ഞല്ലോ, സിൽവർ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതും മേടിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അതിനാണ്. സിൽവറും ഗോൾഡും ഒരേപോലെ നമുക്ക് ഫോൺ പേ അങ്ങനെയുള്ള ആപ്പുകളിലൂടെ മേടിക്കാൻ പറ്റും. അല്ലാതെ വേറെ എന്തെങ്കിലും ആപ്പുകളിലൂടെ മേടിക്കാൻ പറ്റുമോ? ഫോൺ പേ, ഗൂഗിൾ പേ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമല്ലേ. പിന്നെ പേടിഎം അല്ലാണ്ട് അല്ല അത് സോവേറിയൻ ഗോൾഡ് ബോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കുറച്ചുകൂടെ ഞാനിപ്പോൾ ബേസിക് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞു പോലെ അത് ബോർ അടിപ്പിക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ് കൂടുതൽ പറയാം. പിന്നെ ഷെയർ മാർക്കറ്റ് നമുക്ക് ഞാൻ പറയാം, അതിൽ ഇൻഡെക്സ് ഫണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ഷെയർ മേടിക്കുന്ന പോലെ തന്നെ ഈ ഗോൾഡ് ബീസ് അതൊക്കെ ഇൻഡെക്സ് ഫണ്ട്സ് നമുക്ക് അത് വെച്ചിട്ട് മേടിക്കാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ പേ പോലത്തെ സാധാരണ ചെറിയൊരു എമൗണ്ട് മേടിക്കുക. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ബൾക്ക് എമൗണ്ട് അല്ല. ഇതെല്ലാത്തിലും നമ്മൾ ഒരു FD ഇപ്പം നിങ്ങളുടെ ഒരു എക്സാമ്പിൾ ഒരു 1 ലക്ഷം രൂപ അല്ല ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങളൊരു 5,000 FD ഇടും, ബാക്കി ഒരു 2,000 മ്യൂച്വൽ ഫണ്ട്സ് ചെയ്യും. ഞാൻ പറഞ്ഞ നിങ്ങളുടെ സേവിങ്സ് ആയിട്ടുള്ള 10,000 ഉണ്ടെങ്കിലുള്ള കാര്യം പറയുന്നത്. 5,000 ഈ പറഞ്ഞ പോലെ FD പോലത്തെ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ളതിൽ ഇടുക, ഓപ്ഷനിൽ ഇടുക. പക്ഷേ അത് നമ്മുടെ ഏജിനനുസരിച്ച് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്ത് കുറയ്ക്കാൻ കൂട്ടുകയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ബേസിക്കലി അതൊന്നും വേണ്ടാത്തൊരു ഇങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് 5,000 രൂപ അതിനകത്ത് ഇടുക. പിന്നെ പറഞ്ഞൊരു പിന്നെ 2,000 രൂപ മ്യൂച്വൽ ഫണ്ട് 2,000-3,000 ഇടുക. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ വെറുതെ സിഗരറ്റ് വലിച്ചും എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെറുതെ കളയുന്ന കുറച്ച് പൈസ ഉണ്ടാവില്ല. സിഗരറ്റ് വലിക്കുന്നവർക്ക് അത് വെറുതെ അല്ല, അത് വലിക്കുമ്പോൾ ഇത് കിട്ടുന്നുണ്ടാവുമായിരിക്കും. നല്ല ഉറക്കം വരുന്നല്ലേ. അപ്പോൾ അവർ അങ്ങനെ കളയുന്ന പൈസ ഷെയർ മാർക്കറ്റിൽ നോക്കൂ, അത് പോണേ പോട്ടെ എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യാം. പക്ഷേ ഷെയർ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ കൃത്യമായി പഠിച്ചിട്ട് മാത്രം ഇറങ്ങും, അല്ലാതെ വെറുതെ കൊണ്ട് പൈസ ഇട്ടാൽ ഉറപ്പായും പൈസ പോകും. അപ്പോൾ അത് മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണമെന്ന് ഞാൻ പറയുന്നത്. അതിന് കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവാണ്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 5 വർഷത്തെ CAGR അങ്ങനത്തെ ഗ്രോത്ത് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 12% ഉണ്ട്. നോർമലി നമുക്ക് ബാങ്കിൽ 6-7% കിട്ടുന്ന സ്ഥാനത്ത് 12% ആവറേജ്, ഏകദേശം ആവറേജ് കിട്ടുന്നുണ്ട്. അതിൽ കൂടുതലും കിട്ടിയിട്ടുണ്ട്, നമുക്കൊക്കെ ചെയ്തപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഒരു എക്സെപ്ഷണൽ കേസാണ്. കോവിഡ് കഴിഞ്ഞുകൊണ്ടാണ്. കോവിഡ് കഴിഞ്ഞപ്പം മാർക്കറ്റ് ഇടിഞ്ഞ പോലെ തന്നെ കയറി. അതിൻ്റെ മാർക്കറ്റ് നന്നായിട്ട് ഗ്രോ ചെയ്തു. അതിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതെപ്പോഴും അങ്ങനെ തന്നെ കിട്ടണം, ഇതൊന്നും നമുക്ക് അങ്ങനെ ഹൈലി പ്രഡിക്റ്റബിൾ അല്ല. അതുകൊണ്ട് പക്ഷേ നമ്മൾ എല്ലാം ചെയ്ത് വെക്കുന്നതാണ്. ഇപ്പോൾ ഒന്ന് പോയാലും വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. പിന്നെ അതേപോലെ FD ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ബാങ്കിൽ കൊണ്ടിടുന്ന FD എത്ര ഇട്ടാലും അല്ലെങ്കിൽ പൈസ എത്ര ഉണ്ടെങ്കിലും അതെല്ലാം തിരിച്ച് കിട്ടുമെന്ന്. അങ്ങനെയല്ല. ഒരു ബാങ്ക് തകർന്നു പോയി കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 5 lakh വരെയൊക്കെ നമുക്ക് അതിൽ ഇൻഷുർഡ് ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് അറിയാവുന്നത്. അപ്പോൾ പക്ഷേ പൊതുവെ അങ്ങനെ വലിയ ബാങ്കുകളും തകരില്ല. അങ്ങനെ തകർന്ന ഇന്ത്യൻ എക്കണോമി തന്നെ തകരും. ഇപ്പോൾ SBI പോലൊരു ബാങ്കൊക്കെ തകർന്ന പൊതുവെ അങ്ങനെ ചെറുതായി ഇപ്പം നമ്മുടെ പല സഹകരണ ബാങ്കൊക്കെ ഗ്രാമീൺ ബാങ്ക് അങ്ങനെ ഒരു ബാങ്കിന് ഇഷ്യൂ ഉണ്ടായാൽ വേറെ ബാങ്കിനെ ഏറ്റെടുക്കും. RBI എന്ന് പറഞ്ഞ അതോറിറ്റി അത് കൺട്രോൾ ചെയ്യും. അതൊക്കെ ഒരു നമുക്കുള്ളതിൽ ഏറ്റവും സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് FD. അപ്പോൾ നിങ്ങളുടെ പൈസ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പൈസ ഉണ്ടാവുമ്പോഴല്ല ഉള്ള പൈസ അത് കൃത്യമായിട്ട് നിങ്ങൾ ശീലം ഉണ്ടാക്കുക. FD ഇടാനായിട്ട് നോക്കുക ആദ്യമേ. പിന്നെ നിങ്ങൾ ആദ്യം ഇതിനെല്ലാം പുറമെ ആദ്യം ചെയ്യേണ്ട എമർജൻസി ഫണ്ട് ഫസ്റ്റ്. ഞാനത് ജസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടിയപ്പോഴാണ് 7ാം ക്ലാസ് കുട്ടിക്കുള്ളത്. ജോലി കിട്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് ഒരു മാസം ജീവിക്കാൻ എത്ര രൂപ വേണമെന്നുള്ളത് നോക്കുക. ഇപ്പോൾ എനിക്കൊരു മാസം ജീവിക്കാൻ 10,000 രൂപ ആണെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 6 മാസം എനിക്ക് ജോലിയില്ല, വരുമാനമില്ല, ജോലി പോയാലും എനിക്ക് ജീവിക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ വേണം എന്നാണ്. അതാണ് എമർജൻസി ഫണ്ടിൻ്റെ. പണ്ട് മുതലേ ഈ ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകൾ ഇത് പറയും. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ ആരും അത് ചെയ്യാറില്ല. പക്ഷെ കോവിഡ് വന്നപ്പോഴാണ് എല്ലാവർക്കും അത് മനസ്സിലായത്. പെട്ടെന്ന് ജോലി പോയില്ല, പെട്ടെന്ന് നിന്ന് പോയി. ഇപ്പം എന്ത് ചെയ്യും? പകച്ചു പോവും. പൈസ ഇല്ലാത്തവൻ കയ്യിൽ ഇല്ലാത്തവൻ പകച്ചു പോവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് എമർജൻസി ഫണ്ട്. ഇപ്പോൾ 10,000 രൂപ മാസ ചിലവുള്ളവർ ഒരു അറ്റ്ലീസ്റ്റ് 6 മന്ത്സിലേക്കുള്ളത്, അതായത് 60,000 രൂപയെങ്കിലും നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഒരു അക്കൗണ്ട്, നേരത്തെ പറഞ്ഞ ഒരു സെക്കൻഡ് അക്കൗണ്ട് ഉണ്ട്, അതിൽ ഇട്ട് വയ്ക്കുക. പെട്ടെന്ന് എടുക്കാൻ പറ്റുകയും വേണം, ലിക്വിഡിറ്റി വേണം. അതിനുശേഷം നിങ്ങൾ സേവ് ചെയ്ത് തുടങ്ങിയ നല്ലതായിരിക്കും. അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് ഉണ്ട്. അത് ഞാൻ എന്ന് വെച്ചാൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്യാവശ്യം എടുക്കാൻ പറ്റണം. പക്ഷേ ഗൂഗിൾ പേ ഒന്നും ഉണ്ടാവരുത്. അതാകുമ്പോൾ നമ്മളത് ചിലവാക്കി തീർക്കും. അത് ഞാൻ പറഞ്ഞ എല്ലാവരും അങ്ങനെ ഫാമിലിയിൽ എല്ലാവരും എമർജൻസി ഫണ്ട് മാറ്റി വെക്കണം. ഇല്ല, ആരാണോ നോക്കുന്ന ഒരാൾ അയാൾ എന്തായാലും ആ ഫാമിലിക്ക് മൊത്തത്തിൽ ജീവിക്കാൻ ഒരു പൈസ വേണമല്ലോ. അപ്പോൾ ഭർത്താവിനും ഭാര്യയ്ക്കും ജോലി ഉണ്ട്, 2 പേരുടെയും കൂടെ ചേർത്ത് അത് ഇടുക. ഇപ്പം ഞാൻ ഇൻഡിവിജ്വലാണ് പറഞ്ഞത്. റൺ ചെയ്യാൻ പറ്റണം. ജോലി പോയാലും നമുക്കൊരു 6 മാസം. അപ്പം നമുക്ക് ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ജോലി എന്നൊക്കെ എപ്പോൾ വേണം പിരിച്ചുവിടാം. അപ്പം നമുക്കൊരു 6 മാസം അടുത്ത് ജോലി കണ്ടുപിടിക്കാം. പിന്നെ പെട്ടെന്ന് വെപ്രാളപ്പെടണ്ട. അങ്ങനത്തെ നല്ല ഉറക്കം വരുന്നല്ലേ? ഇല്ല, അങ്ങനെ വെപ്രാളപ്പെടണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല. അതുകൊണ്ട് എമർജൻസി ഫണ്ട് വെക്കുക. അതിനുശേഷം വരുന്ന പൈസയിൽ നിന്ന് നിങ്ങൾ സേവ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു 6 മന്ത്സ് എങ്കിലും റൺ ചെയ്യാനുള്ള ഒരു എമർജൻസി ഫണ്ട് വേണം. അതാണ് എമർജൻസി ഫണ്ട്. ജസ്റ്റ് ബേസിക്കലി ജോലി കയറുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഇതിൻ്റെ കൂടെ വേണ്ടതാണ് ടേം ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്. അത് വേണം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് ചെയ്യാം. ബേസിക്കലി ഇതൊക്കെയാണ് വേണ്ടത്. അത് നിങ്ങൾ അത് മനസ്സിലാക്കി വയ്ക്കുക. അത്ര ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാൻ എല്ലാവർക്കും അറിയാമല്ലോ. പെട്ടെന്നൊരു അസുഖം, ഏറ്റവും നമുക്ക് എമർജൻസി വരുന്നത് എന്താ? അസുഖം.
സോ ആ സമയത്ത് ഓൾറെഡി നമ്മൾ വിഷമത്തിലായിരിക്കും. അതിൻ്റെ കൂടെ പൈസ ഉണ്ടാക്കാനും കൂടെ നടക്കാനാണെങ്കിൽ അത് അതിനേക്കാളും വിഷമമായിരിക്കും പൈസ ഇല്ലെങ്കിൽ. ഓക്കെ, പിന്നെ ഏറ്റവും നല്ല ചികിത്സ കിട്ടണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. ഇൻഷുറൻസും കൂടിയിട്ടല്ല ഇൻഷുറൻസ് അതിനെപ്പറ്റി വേണം ഡീറ്റെയിൽ ആയിട്ട് വേറെ നമുക്ക് നോക്കാം. എന്നും പറഞ്ഞ് ഒരുപാട് ബോർ അടിപ്പിക്കുന്നില്ല. ഇപ്പം തന്നെ ഇവിടെ ഒരാൾ ഉറങ്ങി തൂങ്ങി വീണു. രാത്രി ആയതുകൊണ്ടാണ്. അയ്യോ, 9 മണിയായിട്ടേ ഉള്ളൂ. എനിക്കത് സംസാരിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ്. ഇവിടെ ഒരാൾ ബോറടിക്കും. നിങ്ങൾക്ക് ബോറടിക്കോ ഇല്ലയോ? 3 തവണ ഓൾറെഡി ഷൂട്ട് ചെയ്തത്. വെച്ച് ക്യാമറ വർക്ക് ചെയ്തില്ല, അങ്ങനത്തെ കുറെ ഇഷ്യൂസ്. പിന്നെ ഇപ്പൊ വർക്കാവുന്നുണ്ടായിരിക്കും അല്ലേ? പെട്ടെന്ന് നിർത്തണം തന്നെ എൻ്റെ ആഗ്രഹം. ഇതൊക്കെയാണ് ബേസിക്കലി ഉള്ളത്. ഇതിൽ നമ്മളെല്ലാം കവർ ചെയ്തില്ലേ? FD എങ്ങനെ ഇടാം? ഇത് കണ്ടുകൊണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും നേരം കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എങ്കിലും ഫിക്സഡ് ഇടുക. എന്ന് വെച്ചാൽ സേവ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഹാബിറ്റ് ഫോം ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ് ഉണ്ടെന്നുള്ള ഉദ്ദേശിക്കുന്നത്. പിന്നെ ആ കമന്റ് ഇട്ട ആൾക്ക് 3000 രൂപ കൊണ്ട് ഞാൻ 3000 അല്ല ഞാൻ പറഞ്ഞു 500 രൂപ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാം. കാരണം 500 രൂപയുടെ ഒരു ആവശ്യമുള്ള സമയത്ത് 500 രൂപ കിട്ടിയത് വലിയ കാര്യമല്ലേ? യെസ്. അപ്പം നിങ്ങൾ അതുകൊണ്ട് അതും നിങ്ങൾ ചെറിയൊരു, നമുക്കെപ്പോഴും ഒരു സേവിങ്സ് നീക്കിയിരിപ്പുള്ളത് നല്ലതല്ലേ? നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ആർക്കല്ലാത്ത, പൈസ ആവശ്യമില്ലാത്ത ആരുമില്ല. എപ്പോൾ ഉള്ളത് ആവശ്യം വരാം അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴായാലും കുറച്ച് പൈസയും കുറച്ച് പൈസ നമ്മുടെ ഉണ്ടെങ്കിൽ നല്ലത്. നമ്മൾ വെറുതെ കടം മേടിക്കണ്ട. ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ ആൾക്കാരെ ശമ്പളം പോകുന്ന ഇവിടെ EMI അടയ്ക്കാനും എല്ലാവരും എന്തെങ്കിലും സാധനമൊക്കെ മേടിച്ച് കൂട്ടും. എല്ലാ ബാങ്കുകാരും EMI കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രെഡിറ്റ് കാർഡ് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ലതാണ്. അതിനെപ്പറ്റി വേണം വേറെ ചെയ്യാം. നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം തന്നെ FD ഇടുക. ഇപ്പൊ ചിലവർ ഇങ്ങനെ ഓരോ വീഡിയോകൾ കാണുമ്പോൾ എനിക്ക് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, നേരത്തെ ഡിജിറ്റൽ ഗോൾഡിന്റെ കാര്യം പറഞ്ഞു. ഡിജിറ്റൽ ഗോൾഡ് ഇപ്പോൾ പലയിടത്തും നമുക്കൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിയിട്ട് പിന്നീട് അത് ഫിസിക്കലാക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഒറിജിനൽ ഇടുന്ന സ്വർണ്ണമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള സ്വർണ്ണം നോക്കി മേടിക്കുന്ന നല്ല. പിന്നെ ഭാവിയിൽ ഒരാൾക്ക് സ്വർണ്ണം വേണം. ഇപ്പം ഒന്നും അങ്ങനെ കരുതി വെക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. പണ്ടാണ് മക്കളെ കെട്ടിക്കാൻ സ്വർണ്ണം കരുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വർഷം കഴിയുമ്പം നിങ്ങളുടെ ഡിജിറ്റലായിട്ട് ഇത്ര ഗോൾഡ് ഉണ്ടെങ്കിൽ അത് ഫിസിക്കലാക്കാൻ പറ്റുന്ന, എല്ലാം പറ്റത്തില്ല, എല്ലാ അതിലും ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഓപ്ഷനുള്ള സ്കീംസുകളുണ്ട്. അത് നോക്കി സെലക്ട് ചെയ്താൽ ഭാവിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ 10 പവനുണ്ടെങ്കിൽ 10 പവനായിട്ട് നമുക്ക് മേടിക്കാം. നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. നമുക്ക് ഞാൻ പറയും ഇതിനെല്ലാം അൾട്ടിമേറ്റ് വേണ്ട അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് മാത്രമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നതല്ല. എന്താ നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കണവർ FD ഒന്നും ചെയ്തിട്ടില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ FD ചെയ്യുക. ഇപ്പം ഇങ്ങനെ ഒരുപാട് വീഡിയോസ് കാണുമ്പോൾ മ്യൂച്വൽ ഫണ്ടൊക്കെ ഭയങ്കര പോപ്പുലർ അല്ലേ? മ്യൂച്വൽ ഫണ്ട് ചെയ്യാത്തവരെന്തോ ഭയങ്കര മണ്ടന്മാരായിട്ട് ഒട്ടും ഒറ്റടിക്ക് വെൽത്തി ആവും. അങ്ങനെയൊന്നും ഇതൊന്നും ചെയ്യുന്ന ഒറ്റടിക്ക് വെൽത്തി ആവണമെന്നൊന്നുമില്ല. നമ്മൾ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. സേവ് അത് നമുക്ക് എവിടെയായാലും ഉപകാരപ്പെടും. ശമ്പളം കൂടിയാലും ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരുപാട് ശമ്പളം മേടിക്കുന്നവർക്ക് ഒരുപാട് സേവിങ്സ് ഉണ്ടാവണമെന്നില്ല കേട്ടോ. കാരണം അവർക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ പൈസ ചിലവാക്കാൻ എന്തോരം മാർഗമുണ്ട് നമ്മുടെ. നമുക്കിപ്പോൾ 1 ലക്ഷം കിട്ടിയാലും 1 കോടി കിട്ടിയാലും നമുക്ക് ചില മാസങ്ങൾ തള്ളി നീക്കാൻ 1.5 കോടി വരും. സത്യമാണ്. അതിനകത്തൊരു തമാശയായിട്ട് പറയുന്നെങ്കിലും ഈ പറഞ്ഞ പോലെ അവർക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുന്ന സെലിബ്രിറ്റീസിനാണെങ്കിൽ ഇവിടെ നാട്ടിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഇതൊക്കെ മേടിക്കണേ അവരെ അറിയാത്തവരടുത്ത് പോയാൽ അവർക്കൊരു കൂളായിട്ട് നിന്ന് മേടിക്കാൻ പറ്റുമോ? മാസ്ക് ഒന്നും വെക്കാതെ മറ്റേ പണ്ട് ആൾക്കാർ പറയും പർദ്ദയിട്ടൊക്കെ നടിമാരൊക്കെ പോകുമെന്ന് പറയില്ലേ. അപ്പോൾ അത് വെച്ച് നോക്കി അങ്ങനെ പോകാൻ അറിയാത്ത സ്ഥലം ഇപ്പോൾ ദുബായിലൊക്കെ പോയാലും നിറയെ മലയാളികളുണ്ട്. ഇപ്പോൾ ഞാൻ മലയാളി ആക്ടറിൻ്റെ ഒക്കെ കാര്യം പറയാം. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? അവർ പർച്ചേസ് ചെയ്യണം. ചിലപ്പോൾ അവർ വല്ല US പോയിരിക്കും പർച്ചേസ്. അപ്പോൾ ഇവിടുന്ന് US പോകണം, അതിന് ചിലവ്, അവിടെ ജീവിത ചിലവ്, അവിടുത്തെ കറൻസിയിലാകുമ്പോൾ നല്ല ചാർജ് ആവും. അപ്പോൾ അത് കണക്കാണ് കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഇതായിരുന്നു. ചെറിയ യൂസ് എങ്കിലും ഉണ്ടായെന്ന് വിശ്വസിക്കുന്നു. നമ്മളിതൊന്നും ഉദ്ദേശിക്കണം അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഹാബിറ്റ് ഫോം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇത്രയും നേരം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഒരാളിവിടെ മടുത്ത് പണ്ടാര തുടങ്ങിയിരിക്കുകയാണ്. അടുത്ത് പണ്ടാരൊന്നുമില്ല. പിന്നെ ഇതേപോലെ ടോപ്പിക്സ് കുറച്ച് ഡ്രൈ ആണ്. പക്ഷെ പറയണം, നമുക്ക് പിന്നീട് കുറെ നാൾ കഴിഞ്ഞിട്ട് കാണുമ്പോൾ എന്റെ പേജിൽ ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, ആളുകൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് എനിക്ക് ആളുകൾക്ക് ഉറപ്പാണ്. കണ്ടെങ്കിൽ പോലും അത് കണ്ടവർക്ക് ഉപയോഗപ്രദമാണല്ലോ. പിന്നെ ഒരു ഇത് ഡിസ്ക്ലൈമർ കൂടെ പറഞ്ഞേക്ക്, ഇതിനെപ്പറ്റി ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ഒന്നും അല്ല. പിന്നെ ഇതില് ഭയങ്കര ഡെപ്തിലിരുന്ന് പഠിച്ച് ചെയ്ത വീഡിയോ ഒന്നും അല്ല, ജസ്റ്റ് കാഷ്വൽ ആണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ പലതും നമ്മൾ പ്രാക്ടിക്കലി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തൊരു കാര്യം ആർക്കും ഞാൻ പറയില്ല. അപ്പം നമുക്ക് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ നിങ്ങൾ ജസ്റ്റ് ബേസിക്കലി FD എങ്കിലും തുടങ്ങുക. കാരണം FD ആണെങ്കിൽ പോലും നമ്മളിങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ ഇത് എന്നിട്ട് FD അതിപ്പോൾ ഇത്ര ആയെന്നൊക്കെ നമുക്ക് കാണുമ്പം നമ്മൾ ഈ പലരും പറയത്തില്ല നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് വേണ്ടി പൈസ വർക്ക് ചെയ്യണമെന്നൊക്കെ ഉള്ള ഇങ്ങനെ ഇപ്പോൾ അതൊക്കെയാണല്ലോ ടോപ്പിക്ക്. ഈ ഉറങ്ങുമ്പോൾ പോലും വർക്ക് ചെയ്യുന്ന വെച്ചാൽ FD ബിസിനസ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിലും നമുക്ക് വേണ്ടി മണി വർക്ക് ചെയ്യും എന്നുള്ള പറയുന്ന ഒരു കാര്യത്തിൻ്റെ ചെറിയ സിമ്പിൾ എക്സാമ്പിളാണ്. അപ്പോൾ കുറേ വർഷം കഴിയുമ്പോൾ അന്ന് ഞാനത് ഇട്ടുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും കിട്ടിയത് എന്നുള്ളത് നമുക്കൊരു തോട്ട് വരും. അങ്ങനെ സിമ്പിൾ. അപ്പോൾ ഇതേപോലെ ടോപ്പിക്സ് ഒക്കെ വേണമെങ്കിൽ പറയുക. ഡ്രൈ ടോപ്പിക് ആണെന്ന് തോന്നുന്നു, പക്ഷേ
എന്നാലും എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്നെങ്കിൽ നല്ലതല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ നെക്സ്റ്റ് പോഡ്കാസ്റ്റുമായി നെക്സ്റ്റ് സൺഡേ, നെക്സ്റ്റ് ഞാൻ ഉറപ്പ് പറയുന്നില്ല, ഏതെങ്കിലുമൊക്കെ ദിവസങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ ബൈ.